ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീബിനലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ചകളിൽ നമ്മൾ കഥകൾ കേൾക്കുന്നു, അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നു, അനേകരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 87ാമത്തെ ദിവസം കഥയിലേക്ക് പ്രവേശിക്കുന്നത് ഉഷ മാമിലൂടെയാണ്. ഉഷ മാം കോതമംഗലം സ്വദേശിയാണ്. ഇപ്പോൾ കോയമ്പത്തൂരാണ്, ടീച്ചറാണ്, സൈക്കോളജിസ്റ്റാണ്. ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതുപോലെ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കഥകളുടെ കൃത്യമായി കഥാകാരി എന്ന് വേണേൽ പറയാം. സോ നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ടീച്ചർ യു ആർ വെൽക്കം. താങ്ക് യു സർ. കഥകളുടെ ദിവസമാണ് ഇന്ന്. ഈ ഒരു പ്ലാറ്റ്ഫോമില് നമ്മളെല്ലാവരും വരുമെന്ന് ഉറപ്പുള്ള അതിഥികളാണ് നമ്മളെല്ലാവരും. ഈ ഒരു സമയത്ത് ഈ ഒരു കുടുംബം എന്ന് പറഞ്ഞ പോലെയാണ് ഈ പ്ലാറ്റ്ഫോം. എനിക്കിങ്ങനെ ഒരു കഥ അവതരിപ്പിക്കാനായിട്ടൊരു അവസരം തന്നതില് അല്ലെങ്കിൽ ലഭിച്ചതിന് ഒരുപാട് സന്തോഷം. ഈ ഒരു പ്ലാറ്റ്ഫോമിലെ സാരഥിയായ സാബു സാറിനും പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും, പിന്നെ എൻ്റെ കഥ കേൾക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട് പ്ലാറ്റ്ഫോമില്. ഷാജി സാർ, അതുപോലെ ജോസി തോമസ് സാർ, വത്സം ചേച്ചി, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പിന്നെ കഥ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കഥ കേൾക്കുക, കഥ പറയുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കാലം എന്ന വലിയ പുസ്തകത്തിന്റെ താളുകളിൽ എഴുതച്ചേർക്കപ്പെട്ട അക്ഷരങ്ങളാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം. പ്രകാരം എൻ്റെ ജീവിതത്തിൽ കുറച്ച് കണ്ണീരും പുഞ്ചിരിയും പ്രതീക്ഷയും പ്രാർത്ഥനയും അങ്ങനെ ഒട്ടനവധി വികാരങ്ങൾ ചാലിച്ചെഴുതിയ അക്ഷരങ്ങളുടെ ഒരു ഏടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് കഥാപാത്രങ്ങൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തില് കൂലിപ്പണിക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും 5 മക്കളിൽ രണ്ടാമതാണ് ഒരു പെൺകുട്ടിയായ ഞാൻ ജനിക്കുന്നത്. എൻ്റെ ബാല്യകാലം മനോഹരമായ ഗ്രാമത്തിൽ എൻ്റെ സഹോദരങ്ങളോടൊപ്പം, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം, എൻ്റെ ബന്ധുക്കളോടൊപ്പം ചിലവഴിച്ചു ഞാൻ ആ ഗ്രാമത്തിൽ. തൊട്ടടുത്തുള്ള കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ എൻ്റെ LP സ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. അവിടെയുള്ള ടീച്ചേഴ്സ്, എൻ്റെ കൂട്ടുകാര് എല്ലാവരും എനിക്ക് എൻ്റെ വീട് പോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. സ്കൂളിന്റെ മുറ്റത്ത് ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു. എൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ സ്കൂളും ആ സ്കൂൾ മുറ്റവും ആ ചാപ്പലും ആയിരുന്നു. LP സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹൈസ്കൂളിലേക്കാണ് ഞാൻ പഠിക്കാനായിട്ട് പോയത്. 10ാം ക്ലാസ് പാസ്സായപ്പോൾ അവിചാരിതമായിട്ട് എൻ്റെ പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടു. അതിനിടയിൽ 1994 ജൂലൈ 15-ാം തീയതി ആയിരുന്നു എൻ്റെ വിവാഹം. സാധാരണ രീതിയിൽ വിവാഹം കഴിഞ്ഞ് ഒരു ടിപ്പിക്കൽ വില്ലേജ് ഫാമിലിയിൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ സന്തോഷവും അതുപോലെ തന്നെ കൗതുകവും അതോടൊപ്പം തന്നെ ചില ക്രൈസിസും ഒക്കെ അനുഭവിച്ചാണ് ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിന്റെ ആദ്യ മാസങ്ങളിലേക്ക് കടന്നുപോയത്. ഒരു 6 മാസങ്ങൾക്ക് ശേഷം തുടർച്ചയായ പനി, വെയിറ്റ് ലോസ്, അമിതമായ ക്ഷീണം ഇവയൊക്കെ ആയിട്ടാണ് ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷനായിട്ട് കൊണ്ടുപോയത്. വീടിന്റെ അടുത്ത് തന്നെ മുതലക്കുടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലാണ് എന്നെ കൊണ്ടുപോയത്. സാധാരണ ഇങ്ങനെയുള്ള ഒരു സിംറ്റംസ് ആയതുകൊണ്ട് അവിടുത്തെ ജനറൽ സർജൻ, ഫിസിഷ്യനാണ് എന്നെ കൺസൾട്ട് ചെയ്തത്. അപ്പൊ അദ്ദേഹം സിംറ്റംസ് ഒക്കെ കണ്ടപ്പോൾ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് ടെസ്റ്റുകളൊക്കെ എടുത്തിരുന്നു. അപ്പൊ പ്രഗ്നൻസി ടെസ്റ്റ് ഫസ്റ്റ് ടൈം എടുത്തു. അതോടൊപ്പം തന്നെ മാൻഡോ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഇവിടെ ഒരു
ഇഞ്ചക്ഷൻ എടുക്കും. എന്നിട്ട് ആ നീല മഷിയുള്ള പേൻ കൊണ്ട് ഇവിടെ വട്ടത്തിൽ വരച്ചു വെക്കും. അപ്പൊ 24 മണിക്കൂറിനകം അത് ഒബ്സർവ് ചെയ്ത ശേഷം 24 മണിക്കൂറിന് ശേഷം അതിലുണ്ടാകുന്ന റിസൾട്ട് എന്താണെന്ന് നോക്കിയിട്ടായിരുന്നു അന്ന് ഒരു രോഗനിർണയം നടത്തിയിരുന്നത്. 24 മണിക്കൂർ പിറ്റേ ദിവസം ആയപ്പോ ഡോക്ടർ വന്നു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ നല്ല തടിപ്പുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഒന്നും പറയാതെ അദ്ദേഹം തിരിച്ചുപോയി. അപ്പൊ 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഒരു സിസ്റ്റർ വന്ന് എന്നോട് പറഞ്ഞു, ഡോക്ടറുടെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു, കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ സിസ്റ്ററിന്റെ കൂടെ ഞാൻ പോയി. അപ്പൊ എന്റെ അമ്മ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് പോയ സമയമായിരുന്നു. ഡോക്ടറെ അടുത്തേക്ക് ഞാൻ വലിയ ആകാംക്ഷയോട് കൂടിയാണ് കയറി ചെന്നത് ഈ സിസ്റ്ററിനോടൊപ്പം. ഡോക്ടർ എന്നെ ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് ആദ്യം എന്നോട് പറഞ്ഞത് നിങ്ങളുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്നാണ്. എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീക്ക് അത്ര മനോഹരമായ വാക്കുകൾ അവളുടെ ജീവിതത്തില് അതിനേക്കാളേറെ മനോഹരമായ വാക്കുകൾ കേൾക്കാനുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയേറെ ആ നിമിഷത്തിന്റെ ഒരു അനുഭൂതി, മനോഹാരിത എനിക്ക് പറഞ്ഞറിയിക്കാനാവില്ല. എന്നിൽ എന്താണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പേ അദ്ദേഹം പറഞ്ഞു, അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാൻഡോയും പോസിറ്റീവാണ്. അതായത് നിങ്ങളൊരു ട്യൂബർകുലോസിസ് പേഷ്യന്റ് ആണ്. എനിക്കത് മുഴുവൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് എനിക്ക് ട്യൂബർകുലോസിസ് എന്താണെന്നോ അതിന്റെ ഒരു കോൺസിക്വൻസസ് എന്താണെന്നോ ട്രീറ്റ്മെന്റ് ആണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വളരെ ആകാംക്ഷയോട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നപ്പോ പറഞ്ഞു, ഇത് നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെന്റ് എടുക്കണം, നിങ്ങൾക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് മുഴുവൻ എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് ഞാൻ ഈ മനസ്സിലാക്കുന്നത്. അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു വേറെ ലെവലിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ പോയത്. കണ്ണു തുറന്നപ്പോ ആരോ സിസ്റ്റേഴ്സ് ആരോ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ഇങ്ങനെ ഒരു അവ്യക്തമായിട്ട് പറയുന്നത്, അവർ പറയുന്നത് അവ്യക്തതയോട് കൂടിയാണ് കേട്ടത്. നാളെ രാവിലെ, ഇന്ന് നിങ്ങൾക്ക് ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, നാളെ രാവിലെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ വരണം, എങ്ങനെയാണ് പറഞ്ഞത്. എന്ത് ചെയ്യണം, അന്ന് ഫോണൊന്നും ഇല്ല, അതുപോലെ തന്നെ വണ്ടി സൗകര്യങ്ങളൊന്നുമില്ല. ഒരു അത്രയേറെ ഒരു ഉൾഗ്രാമത്തിലായിരുന്നു എൻ്റെ വീട്. അപ്പൊ അമ്മയും വളരെ തളർന്നു പോയ ഒരു അവസ്ഥയിലായിരുന്നു. എന്നെയും കൂട്ടിയ അമ്മ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. എങ്ങനെയാണ് വീട്ടിലെത്തിയതെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാൻ കഴിയില്ല. എൻ്റെ കണ്ണുകൾ, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നും ഞാൻ ആരോട് ചോദിച്ചില്ല, ഒന്നും എൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊന്നും ഞാൻ കണ്ടില്ല. എൻ്റെ കണ്ണുകൾ പുഴ പോലെ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. എനിക്ക് ജീവനുണ്ടെന്ന് ഒരു പക്ഷേ ആ ഒരു രീതിയിൽ മാത്രമായിരിക്കാം മനസ്സിലാക്കാൻ പറ്റിയിരുന്നത്. പക്ഷെ വീട്ടിൽ ചെന്നു. അന്ന് വീട്ടിൽ കരണ്ടൊന്നുമില്ല. എൻ്റെ മൂത്ത ചേട്ടൻ, എൻ്റെ ഇളയ സഹോദരങ്ങളായിരുന്നു മറ്റുള്ളവർ. അപ്പോ ഒന്നും ഭക്ഷണം കഴിക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിച്ചതുമില്ല. പെട്ടെന്ന് തന്നെ അമ്മ എന്തൊക്കെയോ ചെയ്തു തീർത്ത് മണ്ണെണ്ണ വിളക്കായിരുന്നു, വിളക്കണച്ച് എല്ലാവരും കിടക്കുകയാണ് ഉണ്ടായത്. പരസ്പരം ഒന്നും സംസാരിക്കാനാവാതെ. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. എനിക്ക് ഉറങ്ങുകയാണോ ഉറങ്ങാതിരിക്കുന്ന അവസ്ഥയാണോ എന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. പക്ഷെ ആ കൂരിരുട്ടിനിടയിലും എനിക്ക് എവിടെയോ ഒരു വെളിച്ചം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ ആ സമയത്ത് അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, സമയം കിട്ടുമ്പോഴെല്ലാം ആ കപ്പേളയിൽ പോയി പ്രാർത്ഥിക്കണം, അവിടെ ഈശോ ഉണ്ട്, അമ്മയുണ്ട്, കൊച്ചുകുട്ടികൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഈശ്വരൻ കേൾക്കും എന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാം. സിസ്റ്റേഴ്സ് എല്ലാവരും സിസ്റ്റേഴ്സ് ആയിരുന്നു. അവരുടെ കൂടെയും അല്ലാതെയും ഒക്കെ എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ അവിടെ ഓടി പോകുമായിരുന്നു. എൻ്റെ കുഞ്ഞു മനസ്സ് വിചാരിച്ചിരുന്നത് അതാണ് സ്വർഗം എന്നും അതാണ് ഈശോ എന്നും, ആ കുരിശിൽ തെറച്ച് തൂങ്ങിക്കിടക്കുന്ന രൂപമാണ് ഈശോ എന്നും ചുറ്റുമുള്ള ആ രൂപങ്ങളൊക്കെ മാലാഖമാരാണെന്ന് മാത്രം അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അന്ന് അവിടെ ഒരു അമ്മയുടെ രൂപം ഉണ്ടായിരുന്നു, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഒരു രൂപം അവിടെ ഉണ്ടായിരുന്നു, നല്ല മാർബിളില്. പക്ഷെ ഞാൻ അതിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് അതില് ഒരു വല്ലാത്തൊരു ഫീൽ അനുഭവപ്പെട്ടിരുന്നു, വല്ലാത്തൊരു കുളിർമ, അതൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം ആ രാത്രിയില്
എങ്ങനെയോ എനിക്ക് ആ ഓർമ്മ എന്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഈ കൂരിരുട്ടിൽ ആ ഒരു വെളുത്ത ഒരു പ്രത്യാശയായിരിക്കണം എന്നെ നേരം വെളുക്കുന്നത് വരെ എന്റെ ജീവൻ നിലനിർത്തുക എന്നുള്ള ഒരു എന്നെ കരുതി പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിറ്റേ ദിവസം 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ OP-യില് ഞാനും അമ്മയും എന്റെ ചേട്ടനും അതുപോലെ എന്റെ ഹസ്ബൻഡ് അന്ന് എറണാകുളത്ത് വർക്ക് ചെയ്യാണ് കണ്ണന്തവന്തിയുടെ സെയിൽസ് വിഭാഗത്തില്. അദ്ദേഹവും എങ്ങനെയോ പറഞ്ഞറിഞ്ഞ് അദ്ദേഹം അവിടെ എത്തി. ഒന്ന് സംസാരിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. പരസ്പരം ഒന്നും സംസാരിക്കാതെ ഞങ്ങൾ ഡോക്ടർ വരുന്നത് നോക്കിയിരുന്നു. അന്ന് 10 മണിയായപ്പോൾ ആ ഗൈനക്കോളജിയിലെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡോക്ടർ ഭവാനി എന്നുള്ള കയറി വന്നു. അപ്പൊ എന്നെയാണ് ആദ്യം വിളിച്ചത്. റെഫറൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം എന്നെയാണ് അവര് ആദ്യം വിളിച്ചത്. എനിക്ക് തോന്നുന്നു ആ ഒരു ദിവസം എന്നെ അവര് ആദ്യം അപ്പോഴും എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന എന്നെയൊക്കെ അവർ കണ്ടപ്പോ എന്നോടൊന്നും ചോദിക്കാതെ തന്നെ അവരെന്നെ നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിക്കുകയാണ് ഉണ്ടായത്. എന്നെ കെട്ടിപ്പിടിച്ചു. അവരുടെ നെഞ്ചിടിപ്പ് എനിക്ക് കേൾക്കാൻ പാകത്തിന് തക്കവണ്ണം അവരെന്നെ കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അവര് പറഞ്ഞത്, ഇത് ഇവൾക്കൊന്നുമില്ല, ഇവൾക്ക് ഈ കുട്ടീനെ വേണം. അതുപോലെ തന്നെ എന്റെ റിസ്കില് ഈ കുട്ടീനെ കണ്ടിന്യൂ ചെയ്യാൻ, ഇവളുടെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ ഉറപ്പ് തരുന്നു എന്നുള്ള ഒരു ശബ്ദം ആണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അന്ന് തലേദിവസം എനിക്ക് അനുഭവപ്പെട്ട ആ പ്രതീക്ഷയായിരുന്നു അത്, ആ പ്രാർത്ഥനയായിരുന്നു. അവരെ പോലെ അത്രയും പ്രതീക്ഷാ നിർഭരമായിട്ട് ആശ്വാസകരമായ ഒരു വാക്ക് എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. 10 മാസം അവരുടെ ഒബ്സർവേഷനിലായിരുന്നു ഞാന്. എനിക്കൊരു ആൺകുഞ്ഞുണ്ടായി. 1995 നവംബർ 28-ാം തീയതിയാണ് ഞാൻ ഉണ്ണീനെ പ്രസവിച്ചത്. എന്റെ ഉണ്ണിക്ക് ഇന്ന് 28 വയസ്സായി. അവനോ എനിക്കോ ഇതുവരെയും ഒരാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അവനെ ഞാൻ അത്രയധികം ചേർത്ത് വെച്ചിരുന്നു. അത്രയധികം അവനെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ ഇന്ന് അവനെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, എന്റെ ജീവന്റെ വിലയാണ് എന്റെ ഉണ്ണി. ഒരുപക്ഷെ ഉണ്ണി ഉണ്ടായില്ലെങ്കിൽ എനിക്ക് ഭൂമിയുടെ ജീവിതം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. വളരെ ഹൃദയസ്പർശിയായ ഒരു കഥ എന്ന് വേണം പറയാൻ. അപ്പോൾ ഷീല മാമിൽ നിന്ന് തുടങ്ങാം. ഷീല മാം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു ഏറ്റവും നല്ലൊരു സുഹൃത്തായ ജോസി തോമസ് സാറാണ് ഞങ്ങളെ ഈ ഗ്രൂപ്പില്. എല്ലാരും കാണുന്നുണ്ടായിരിക്കും, ഒരു മുട്ടത്തലയുമായിട്ട് ഇരിപ്പുണ്ട്. അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരനാണ്, എൻ്റെ ഉഷയുടെയും. അപ്പൊ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പിന്നെ ഒരു ഗാർഡിയനെ പോലെ നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമാണ്, നല്ലൊരു മനുഷ്യനാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാം. ഇനി ഞാൻ എൻ്റെ ഇതിൽ കിടക്കട്ടെ. ഉഷയുടെ കഥ പിന്നെ മറ്റുള്ളവരെ എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ഹൃദയസ്പർശിയായിട്ട് തോന്നില്ല. ഈ കഥയില് ഉഷ അനുഭവിച്ച എല്ലാ ജീവിതത്തിലും ഉണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതൽ ഉഷ ഞങ്ങളോട് പിന്നെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇതില് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു കഥ മുഴുമിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇതില് തന്റെ ജീവിത അനുഭവങ്ങളെ വളരെ പിന്നെ എന്താ വാക്കുകളിലൂടെ പിന്നെ ഇടറലിന്റെ അകമ്പടിയോടെ വാക്കുകൾ വെച്ച ഒരു ചിത്രം തന്നെയാണ്, തന്റെ ജീവിതത്തിന്റെ ഒരു ചിത്രം തന്നെയാണ് ഉഷ ഇവിടെ വരച്ചു കാട്ടിയത്. ശരിക്കും എനിക്ക് കുറെയൊക്കെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് എനിക്കിത് കേൾക്കുമ്പോഴത്തേക്ക് ഉഷയോടൊപ്പം തന്നെ അതിന്റെ ഫീലിങ്സ് എനിക്കും ഉണ്ടാകുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കഥകൾ കേൾക്കുന്നതിനേക്കാൾ നമുക്ക് അടുത്തറിയാവുന്നവരുടെ കഥകൾ കേൾക്കുമ്പോൾ അത് കുറച്ചുകൂടി പിന്നെ മനോഹരമായിട്ട് നമുക്ക് തോന്നും. കാരണം അത് നല്ല രീതിയിൽ ഉഷ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ എല്ലാം ഓർമ്മയിൽ നിന്നെടുത്ത് എല്ലാം ഒന്നൊന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യാൻ നമ്മളെ മടി കാണിക്കാറുണ്ട്. കാരണം മറ്റുള്ളവരെന്ത് ധരിക്കും, നമ്മളെ കുറിച്ച് നമ്മുടെ ഇമേജ് നഷ്ടപ്പെടുവോ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ, നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ ഇത്തരം കഥകൾ ഒത്തിരി കാണും. വളരെ അപൂർവം പേര് മാത്രമേ ഉള്ളൂ വളരെ ഭാഗ്യത്തോടുകൂടി എന്താ പിന്നെ സ്വർണ്ണ കരണ്ടിയുമായിട്ട് ജനിച്ചിട്ടുള്ളവരെന്ന് തോന്നുന്നു. അല്ലാത്തവർക്കൊക്കെ ഇത്തരം അനുഭവങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു പിന്നെ ഒരു അംശമാണ് ഉഷയുടെ ജീവിതത്തിന്റെ ഒരു അംശമാണ് ഉഷ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച രീതിയും ഇഷ്ടപ്പെട്ടു. കാരണം സ്വന്തം കഥയായതുകൊണ്ട് അതിൻ്റെതായ എല്ലാ ഉൾക്കരുത്തോടും കൂടിയാണ് ഉഷ അത് അവതരിപ്പിച്ചത്. അപ്പോ ഉഷയുടെ കഥയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ഉഷയുടെ ജീവിതത്തിലെ നല്ല വശങ്ങൾ കൂടി പറഞ്ഞ ഇപ്പോഴത്തെ ഉഷയുടെ ജീവിത കാര്യങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നു. ഇപ്പൊ ഉഷ നിൽക്കുന്നത് ആകാശത്ത് ഇങ്ങനെ പറന്നു നടക്കുന്ന ഒരു മാലാഖയായിട്ടാണ് എനിക്കിപ്പോ തോന്നിയിട്ടുള്ളത്. അപ്പൊ അത്രയും ഉയരങ്ങളിൽ ഉഷയ്ക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോ ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കട്ടെ എന്നുള്ള ഒരു ആശംസയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. അന്നത്തെ താങ്ക് യു ദിവസം ടീച്ചറെ. താങ്ക് യു ജീവിതത്തിൽ സോ മച്ച്. ചിറക് വെച്ചതാണ് അല്ലേ? വത്സമ മാം കൂടെ പറയും. വത്സമ മാം എന്റെ ആരാണെന്ന് എനിക്ക്, എന്റെ കൂട്ടുകാരിയാണ്, എന്റെ ചേച്ചിയാണ്, ഈ പറഞ്ഞതുപോലെ എന്റെ എല്ലാമാണ്. ഞാൻ ഇത് ഷെയർ ചെയ്ത് കൊടുത്തപ്പോ ചേച്ചി പ്രത്യേകം ഇതോടെ വരികയും ഇത് കേൾക്കാനായിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതിൽ ഞാൻ ചേച്ചിക്ക് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എന്റെ താങ്ക് യു സർ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഉഷ എന്റെ സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, എന്താണെന്നറിയത്തില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ കോവിഡിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായത്. വലിയൊരു ഇൻസ്പിറേഷനാണ് ഉഷയുടെ ജീവിതം, ഉഷയുടെ ലൈഫ്, ഉഷയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ ഉഷയോടാണ് എല്ലാം ഷെയർ ചെയ്യാറുള്ളത്. ഉഷയുടെ ബാക്കി കാര്യം ഞാൻ പറഞ്ഞോട്ടെ? എന്ത് ഉഷ ബാക്കി കഥ? ഓക്കെ. ഉഷയുടെ കുട്ടികള് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം റേഡിയോ വെച്ചോണ്ടാണ് എല്ലാം ജോലിയും ചെയ്യുന്നത്. റേഡിയോ കേൾക്കുകയാണ് 10ാം ക്ലാസ് പാസ്സായവർക്ക് PDC ഇല്ലാതെ ഡിഗ്രിക്ക് പഠിക്കാൻ പറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഉഷ അത് നമ്പറൊക്കെ എഴുതി വെച്ചു. മക്കൾ വന്നപ്പം മക്കൾ പറഞ്ഞു അമ്മയ്ക്ക് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ പഠിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ തൃശ്ശൂർ പോയി ഡിഗ്രി എടുത്തു. അതിനുശേഷം MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇഗ്നോയിൽ നിന്ന് പാസ്സായി. ആ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് തന്നെ. അതിനുശേഷം MA സൈക്കോളജിയും കൂടെ എടുത്തു. പിന്നീട് പിള്ളേരുടെ കൂടെ ഇവിടെ പിള്ളേർ 2 ജോലി അവിടെ ആയപ്പോൾ കോയമ്പത്തൂർ പോയി. അവിടെ കോയമ്പത്തൂർ പഠിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ഉഷ സൈക്കോളജി ആൻഡ് സൈക്കോതെറാപ്പിയിലെ ഡിപ്ലോമ കോഴ്സും എടുത്തു. അതിന് ഉഷയുടെ ലൈഫ് ഞാൻ എപ്പോഴും ഒരു അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിനോടൊപ്പം കുടുംബം മാനേജ് ചെയ്യാനും എല്ലാം സാധിക്കുന്നുണ്ട്. പിന്നെ ഈയിടയില് ഇവിടെ നമ്മൾ നിയമസഭയിൽ നിന്ന് എന്തൊരു കോഴ്സ് പാസ്സായില്ലേ, അത് വളരെ ടാലന്റ് ഉള്ള, വളരെ അത്ഭുതകരമായ ഒരു വ്യക്തിത്വമാണ്. ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിത്വം ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ പെട്ടെന്നൊരു രോഗശാന്തി വരും കൂടെ ഉഷയ്ക്കുണ്ട്, ഉഷയുടെ സംസാരത്തിൽ. അത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് ആത്മീയമായിട്ട് തകർന്നു നിൽക്കുന്ന സമയത്താണെങ്കിലും ഉഷയൊന്ന് സ്വരം കേൾക്കുമ്പോൾ തന്നെ ഉഷയുടെ സാമീപ്യം തന്നെ വളരെ ശാന്തിദായകമാണ്. ഉഷ എന്ന ബന്ധത്തെ കാര്യം കുറച്ച് വർഷങ്ങളെ ബന്ധമുള്ളൂ. ഉഷയാണ് എന്നോട് പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി സൈക്കോളജി ഡിഗ്രി ഇല്ലാത്തവരെ കൗൺസിലിംഗ് രംഗത്തുനിന്ന് വിടുമെന്ന് പറഞ്ഞു. അപ്പൊ ഉഷ പറഞ്ഞ് പിറ്റേ ദിവസം ഉഷയും കൂടെ കൂടി മുന്നോട്ട് വന്ന് എന്നെ ഡിഗ്രി കോഴ്സിൽ സൈക്കോളജിയിൽ ചേർത്തു. അതാണ് എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തത്. കോതമംഗലത്ത് അന്ന് ഉഷ എന്തോ ഉപവാസമായിരുന്നു. ആ ഉപവാസമായിട്ട് ഒരു ഉഷയുടെ കൂടെ വന്ന് എന്നെ ഇവിടെ ചേർത്ത് തന്നു. ആ മോട്ടിവേഷനിലാണ് ഒരു സ്പീഡപ്പിൽ ഞാൻ ഹൈ സ്പീഡിലാണ് ആ കോഴ്സിൽ പങ്കെടുത്തത്. വളരെ ഒരിക്കലും മറക്കാനാകാത്ത ആത്മീയ ബന്ധമാണുള്ളത്. ഇതിപ്പോൾ ഉഷ ഈ വീതിയിലേക്ക് വന്നപ്പോൾ എനിക്ക്
പറയാനും ചാൻസ് കിട്ടി. ഉഷയുടെ കഥ ഇത്രയും കൂടെ ഉണ്ടെങ്കിലേ പൂർത്തിയാകത്തുള്ളൂ. ഓക്കെ, Thank you, താങ്ക് യു. ചേച്ചി. Thank you so much. ഓക്കെ, താങ്ക് യു Thank മാം. you. ജോസി സാർ പറയും. കേൾക്കുന്നില്ലല്ലോ, കേൾക്കാവോ? ഇല്ല സാറേ, ജോസി സാറ് പറയുന്നത് കേൾക്കുന്നില്ല. സാബു ജോസി സാറേ സാർ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഇല്ല. Sir, മ്യൂട്ടാണോ? മ്യൂട്ടല്ല, എന്തോ ഒരു ചെറിയ പ്രശ്നം. ഇപ്പൊ കേൾക്കാവോ? Response ഇപ്പൊ വെച്ചത്. കേൾക്കാം. Yes, Okay. yes. ഞാൻ ഇയർഫോണിലായിരുന്നു, അപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഉഷയെ ഞാൻ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ സൈക്കോളജി ബാച്ചിന്റെ എന്റെ സീനിയർ ആണ് ഉഷ. ഒറ്റ ബാച്ച്, ഞാൻ 2ാമത്തെ ബാച്ച്, ഒരു 1ാമത്തെ ബാച്ചാണ്. കോവിഡ് കാലത്താണ് പരിചയപ്പെടുന്നത്. ഒരു വിങ്സ് അക്കാഡമിയുടെ മേളിൽ നിന്നുകൊണ്ടാണ് താഴെ നിൽക്കുന്ന ഉഷയെ ഞാൻ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോ നിയമസഭയുടെ കാര്യത്തിന് പഠിച്ചു. പിന്നെ ഇപ്പൊ ഞങ്ങള് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് പഠിക്കണം എന്ന ആഗ്രഹത്തിന് പോയി. പക്ഷേ ഉഷയ്ക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഇതുവരെ നമ്മൾ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു നിരാശയുണ്ട്. അത് എപ്പോഴും എന്നെ വിളിച്ച് പറയാറുണ്ട്. ഉഷയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ബാലേന്ദ്ര ചുൽക്കാടിന്റെ ഒരു കവിതയുടെ ഒരു വരിയാണ്. ഇതെന്റെ മാംസമാണ്, ഇതെന്റെ രക്തമാണ്, എടുത്തുകൊള്ളുക എന്നുള്ള ആ ഒരു വാക്കിൽ അവസാനിക്കുന്ന ഒരു കവിതയുണ്ട്. അതിന് മുമ്പുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും ഒരു തീയിൽ കൊരുത്ത എന്ന നിലയിൽ നല്ല ആത്മബലവും നല്ല നല്ല കരുത്തുള്ള ഒരു വ്യക്തിത്വമാണ് ഉഷയുടേത്. ഉഷയുടെ കഥ, സ്വന്തം കഥ തന്നെ പറഞ്ഞത് വളരെ ഹൃദയസ്പർശിയായി പറഞ്ഞു. സത്യത്തിൽ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പിന്നെ തപ്പി നോക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ പിന്നെ കരയാറില്ല. എന്തായാലും അവതരണം നല്ലതായിരുന്നു. ഇപ്പൊ തന്നെ ഈ പരിപാടിയിൽ ഇപ്പൊ കുറച്ച് മുമ്പ് ഉഷനെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് എങ്ങാണ്ടാണ് ഇതുവരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അരിവായിട്ട് പോകുന്ന ഇല്ല സിഗതിൽ എനിക്കൊരു കൈകാലൊക്കെ വിറക്കണൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ എന്നാലും വളരെ അത്യുജ്വലമായിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തതിന് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇനിയും ഈ പഴയ ജീവിതാനുഭവങ്ങളുടെ കരുത്തും പുതിയ പ്രതീക്ഷകളുമായിട്ട് ഒത്തിരിയേറെ മുന്നേറാനാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ആശംസകളോടെ മംഗളം നേരുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you so much. ശ്രീകുമാരി മാം. ഗുഡ് ഈവനിങ്. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ചേരാനും ഇതുപോലെ സ്വന്തം അനുഭവങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചതിൽ വളരെ ഹൃദയപൂർവ്വം നന്ദി സാബു സാറിനും സാറിന്റെ ഗ്രൂപ്പിനും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നല്ല സ്വന്തം കഥ കണ്ണുനീരിൽ ചലിച്ച് ഹൃദയസ്പർശിയായി വളരെ മനോഹരമായ രീതിയിൽ കേട്ടിരിക്കാൻ നല്ല രസവും ആയിരുന്നു. ഹൃദയസ്പർശിയാണ് എങ്കിലും കേട്ടിരിക്കാൻ ഒരു രസവും ഉണ്ടായിരുന്നു. സത്യത്തെ ഒന്നും വളച്ചൊടിക്കാതെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു വളരെ മനോഹരമായ രീതിയിൽ മാരക രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ആ രോഗത്തെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും അവസാനം അത് രക്ഷപ്പെട്ട് അമ്മയാകാനും കുടുംബിനിയാകാനും ഉള്ള ഭാഗ്യം സിദ്ധിച്ചു. ട്രാജഡി ആണെങ്കിലും അവസാനം അത് കോമഡിയായി. അതുകൊണ്ട് നല്ലൊരു കഥ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഇങ്ങനെയുള്ള പ്രതിഭാശാലികളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള കഥകൾ ടീച്ചർ കൊണ്ടുവരട്ടെ. അവർ വീണ്ടും നല്ലൊരു ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാം സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയെടുത്ത ഒരു വ്യക്തിയാണ്, മകൻ വ്യക്തി എന്ന് പറയുന്നത്. എല്ലാം സ്വന്തം കഴിവ്. അല്ലെങ്കിൽ അവർക്കൊന്നും ആകാതെ ഒരു ടീച്ചറായി മാത്രം ഇരിക്കാമായിരുന്നു. ഇന്ന് നമ്മുടെ മുന്നിൽ വന്ന് തിളക്കമാർന്ന പ്രഭാഷണം, നല്ല കഥ അവതരിപ്പിച്ചു, എല്ലാവരെയും രസിപ്പിച്ച്. സന്തോഷം, അഭിനന്ദനങ്ങൾ ടീച്ചർ. താങ്ക് യു മാം. സർ, Thank you, ma'am. ആൻസർ. ഓഡിബിൾ ആണ് സർ? യെസ്, Am I audible? യെസ്, യെസ്. ഓക്കെ. ഇന്നും ഈ പറഞ്ഞ പോലെ കോട്ടയത്ത് നിന്നുള്ള വരവില് വന്ന് വീട്ടിൽ കയറി ഒന്ന് കുളിച്ചു. അപ്പോഴാണ് നമ്മുടെ സ്ഥിരം കുടുംബാംഗങ്ങളെല്ലാം മനസ്സിലൊന്ന് ഓർത്തത്. പെട്ടെന്ന് തന്നെ അതിൽ കയറിയിരുന്നു. ആരാണ് എന്താണ് പറയുന്നത് ഒന്നും അറിഞ്ഞോളൂ. ഉഷമാമിനെ ഇടയ്ക്കിങ്ങനെ പേരിൽ മാത്രം കാണാറുണ്ട്, അത്രമാത്രം. ഒരു കാര്യം വളരെയേറെ അത്ഭുതമായി തോന്നുകയാണ്. ഇന്ന് പലപ്പോഴും പലരും സത്യങ്ങളെ ഒളിച്ചു വെച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. അതിൽ നിന്ന് എത്രയോ മാറിയിട്ട് ഇതാണ് സത്യം, നിങ്ങൾ കേൾക്കൂ, ഇതാണ് സത്യം, നിങ്ങൾ കേൾക്കൂ. ഉഷമാമിന്റെ ആത്മധൈര്യം,
മാം പറഞ്ഞു ചെറുപ്പത്തില് ആ കപ്പേളയില് അമ്മയുടെ ആ രൂപത്തിൽ കൈ തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഉഷാ മാമിന് അവിടുന്ന് കിട്ടിയ ആ ആത്മബലം ഇന്നും കൊണ്ടു നടക്കും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന ചിന്തയിൽ നിരാശയുടെ ഉത്തുംഗത്തിലെത്തി മറ്റെങ്ങോട്ടും തിരിയാതെ ആ അമ്മയുടെ വെളിച്ചം തൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന നിമിഷമാണ് ആ ഡോക്ടറുടെ ശബ്ദം കേൾക്കുന്നത്. മുന്നോട്ട് പോകാം, മറ്റൊന്നും വേണ്ട. അവര് ചേർത്തി പിടിക്കുന്ന ഒരു രംഗം പറഞ്ഞു. അവരുടെ ഹൃദയമിടിപ്പ് ഉഷമം കേൾക്കുന്നു. നോക്കൂ, നമ്മളിൽ ഉണർന്നു വന്ന രോഗം തന്നെ തകർന്നു പോകുന്ന, വിട്ടുപോകുന്ന ാണ് അത്. അതിന്റെ റിസൾട്ടാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, ആ പുഞ്ചിരിയുടെ റിസൾട്ടിൽ സങ്കടങ്ങളെ ഒക്കെ പുറത്താക്കിക്കൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന മാം. കഥയെക്കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. ഉഷമാമിന്റെ കഥയല്ല, ഇത് ഞാൻ എഴുതിയ കഥയാണ് എന്ന് പറഞ്ഞ് നമ്മളിത് കേൾക്കുകയാണെങ്കിൽ ഇത്ര ഹൃദയദ്രവീകരണമാവുകയില്ല. അതാണ് യാഥാർത്ഥ്യം. വ്യക്തിയെ കാണുന്നു. ജോഷ് സാർ പറഞ്ഞു, അവര് ഇനി എത്താൻ പുതിയ വഴികൾ എവിടെയാണ്, പുതിയ പഠനങ്ങൾ എവിടെയാണ്. ഷീല മാം അത് തന്നെ പറഞ്ഞു. പുതിയ പഠനങ്ങൾ എവിടെയാണ് എന്ന് ആലോചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കഥാകാരിക്ക് ഒത്തിരി നന്ദി മാം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. മോഹൻദാസ് സർ. മോഹൻദാസ് സർ അഡ്മിറ്റ് ചെയ്യും. സംസാരിക്കാവോ? ഓക്കെ, ഇല്ലെങ്കിൽ മനോജ് സാറിനെ വിളിക്കും. മനോജ് സാർ. ഉഷ ടീച്ചർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പൊ ഇന്നലെ നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ഉലഹനാൻ സാറിന് നമ്മൾ പങ്കെടുക്കാൻ പറ്റില്ല. സാർ യാത്രയിലായിരുന്നു തോന്നുന്നു. അപ്പൊ സാർ ഇന്നലെ ഞാനൊരു സെഷൻ ചെയ്തിരുന്നു ഉലഹനാൻ സാർ. സാർ കണ്ടു കാണുമായിരിക്കും ചിലപ്പോൾ വീഡിയോ ഒക്കെ. അത് ഞാൻ അതിന്റെ പർട്ടിക്കുലർ ഒരു പേരെ കൊടുത്തിട്ടാണ് 3 feet ഫ്രം ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ ഒരു കൺസെപ്റ്റ് നെപ്പോളിയൻ ഹില്ലിന്റെ ഒരു സബ്ജക്റ്റ് കൊണ്ടുവരുന്നത് അങ്ങനെ. അപ്പൊ അതിനകത്ത് ഈ കഥ പറഞ്ഞ് അതിന്റെ ഒരു കണ്ടന്റ് ഒക്കെയാണ് ഞാൻ ഇന്നലെ അവതരിപ്പിച്ചത്. അപ്പൊ അതിനകത്ത് പറയുന്നതൊക്കെ സാർ ചിലപ്പോൾ ആ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഡിസയറിനെ കുറിച്ചും ഫെയ്ത്തിനെ കുറിച്ചും ബിലീഫിനെ കുറിച്ചും ഒക്കെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കഥ പറയുന്ന ഒരു ബുക്കാണ് നെപ്പോളിയൻ ഹിൽ എഴുതിയത്. ഇപ്പം ഉഷ ടീച്ചർ ഈ കഥ പറഞ്ഞപ്പോൾ സ്വന്തം കഥയല്ലല്ലോ, അത് സ്വന്തം അനുഭവ കഥ. സാർ കൃത്യമായി പറഞ്ഞ പോലെ അതൊന്നും സത്യത്തിന്റെ രീതിയിൽ മാത്രം പലരും ഇതൊന്നും പറയാനായിട്ട് പോലും തയ്യാറാകാത്ത കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. അത് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അതിനകത്തൊന്നും പിന്നെ ഒന്നും ചേർക്കാനുമില്ല, ഒന്നും കുറയ്ക്കാനും ഇല്ലല്ലോ. അപ്പൊ അത് ഒരു സത്യാന്വേഷണ കഥ മാതിരിയായിരിക്കും. ഇപ്പം ഉഷ ടീച്ചർ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് വളരെ കീനായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കുറച്ചാൾ മുന്നെയാണ് ഞാൻ ഇവിടുത്തെ ഒരു പുതിയ ആളാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉഷ ടീച്ചറിന്റെ ഫീഡ്ബാക്ക് ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതിനകത്തൊരു ആള് വളരെ എല്ലാം പഠിച്ചിട്ടാണ് അല്ലെങ്കിൽ കേട്ടിട്ടാണ് അറിഞ്ഞിട്ടാണ് പറയുന്നതെന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ അറിയാം. അപ്പൊ അങ്ങനൊരു മൈൻഡുണ്ട് ഉഷ ടീച്ചർക്ക്. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ ഞാനിത് പറയുമ്പോൾ സാബു സാറെ ഞാൻ ഡിസയർ വിത്ത് ഇന്നലെ ഞാൻ പറയുന്നത് ബേണിംഗ് ഡിസയർ വിത്ത് ഫെയ്ത്ത് ബിലീഫ് എന്നൊക്കെ ഞാൻ പുറകോട്ട് പോകും. ഉഷ ടീച്ചറുടെ കാര്യം പറഞ്ഞാൽ ദാറ്റ്സ് വാട്ട് ഷീ ഡിഡ്. ഇപ്പൊ അക്കാഡമിക് കരിയറിന്റെ കാര്യമൊക്കെ പറഞ്ഞ ഇത്രയും കഷ്ടപ്പാടിലും ചെറുപ്പത്തിലെ കഷ്ടപ്പാടുകൾ, ജോഗ്രഫിക്കലായിട്ടുള്ള കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് ആ പറഞ്ഞ സ്ഥലത്തുമായിട്ട്. അപ്പൊ അതൊക്കെ മറികടന്ന് ഒരാളുടെ തീക്ഷ്ണമായ ഒരു ഗോളാണ് ഇപ്പൊ നേടിയെടുത്തത്. അപ്പൊ ഇപ്പം ജോസി തോമസ് സാറ് പറഞ്ഞിട്ട് വീണ്ടും പുള്ളിക്കാരത്തേക്ക് അടുത്ത പഠിക്കാനുള്ള ഏതോ കോഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞേ. സോ ദാറ്റ്സ് അഗെയിൻ ഷോയിങ് ദാറ്റ് ഷീ ഈസ് നോട്ട് ഗോയിങ് ടു നമ്മുടെ ആ ലിമിറ്റ് ഒന്നും അതിനകത്ത് നിൽക്കാൻ പോണില്ല. സംതിങ് ഷീ വാണ്ടഡ് ടു ട്രൈ ന്യൂ എപ്പോഴും, അല്ലേ? അത് തന്നെയാണ് നമ്മൾ ഇന്നലെയൊക്കെ പറയുന്നത്. അപ്പൊ അതിന് വേറൊരു മോഡലും കൂടെ പറയാം, ഐൻസ്റ്റീൻ മൊമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐൻസ്റ്റീനെ പോലെ കണ്ടുപിടുത്തങ്ങൾ, അല്ലെ പുതിയ കാര്യങ്ങൾ മാത്രം, നമ്മൾ ഇതേവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ചിലർക്ക് വലിയ താല്പര്യമാണ്. വാട്ട് എവർ വി ഡിഡ് അതൊന്നുമല്ല, പക്ഷെ
ഇനി അടുത്ത ചെയ്യുന്ന കാര്യം സംതിങ് ഡിഫറെൻറ്റ് അല്ലേ? അപ്പോൾ അത് ചിലർക്കുള്ള പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും പഠിച്ച സബ്ജക്റ്റും കൊള്ളാം. സൈക്കോളജിയിൽ ഇത്രമാത്രമൊക്കെ നമ്മളൊക്കെ സൈക്കോളജിയുടെ സ്പെല്ലിങ് തന്നെ അടുത്ത കാലത്താണ് പഠിച്ചത്, ഉലവനാൻ സാറ്. അപ്പോൾ അത് കാരണം നമുക്ക് ഇതൊക്കെ കേൾക്കുന്നു, ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഇരിക്കുന്നതൊക്കെ സാബു സാറിൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ വരാൻ പറ്റിയതും നമ്മുടെ ഒരു നിയോഗം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളവരെ ഒരു അത്രമാത്രം ഇതിനകത്തൊന്നും ഒരു അവഹാദമൊന്നും ഇല്ലാത്ത ആള് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊന്നും വന്നു കയറാനുള്ള എവിടെയോ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. സോ ഞാനും വളരെ എല്ലാവരും പറഞ്ഞ മാതിരി ഇപ്പോൾ അതൊരു നമ്മുടെ ഒരു ഫാമിലി മീറ്റിംഗ് പോലെയൊക്കെയാണ്. എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ 7 മണിക്ക് സാബു സാറിൻ്റെ ചിരിക്കുന്ന മുഖവും മറ്റുള്ള എല്ലാവരുടെയും ചിരിക്കുന്ന മുഖവും ഒക്കെ നമ്മൾ ജോർജ് സാർ ഇന്നലെ എനിക്ക് തിരിച്ച് ഗോള് പഠിച്ചു ഉലവന്നാൻ സാറ് ജോർജ് സാറിൻ്റെ ഫീഡ്ബാക്കിൽ. അപ്പോൾ ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതോ ഉഷ ടീച്ചറിന് എല്ലാ ഭാവങ്ങളും ഈ സമയത്ത് നമ്മൾ നേരുകയാണ്. ഇതെങ്ങും പഠനം എന്നുള്ളത് ഒരിടത്തും നിൽക്കുന്നില്ലെന്നാണുള്ളത്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും ഇല്ല. പക്ഷെ അതിന് ആ മനസ്സുള്ളവർക്ക് മാത്രമേ, ആ ബേണിംഗ് ഡിസയർ ഉള്ളവർക്ക് മാത്രമേ എന്തും പുതുതായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് കാരണം ഇനി പഠിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് പുസ്തകത്തിൽ കൂടെയും ബാക്കിയുള്ള അനുഭവങ്ങളിൽ കൂടെയൊക്കെ കിട്ടുന്ന അറിവുകൾ അത് പങ്കുവെക്കാനുള്ള സ്ഥലം തന്നെയാണ് ഇതുള്ള പ്ലാറ്റ്ഫോമുകൾ. അതുകൊണ്ട് ഈ കഥയൊക്കെ എഴുതുകയും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് പുതിയ സൈക്കോളജിക്കൽ കാര്യങ്ങളെക്കുറിച്ചുള്ള പുതിയ പ്രസൻറ്റേഷനോ ഞങ്ങളെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് അറിവ് പങ്കിടാനും അറിവ് നേടാനും താല്പര്യമുള്ള. അപ്പോൾ അതിൻ്റെ ഒരു പറ്റിയ പ്ലാറ്റ്ഫോമിലാണ് എന്തായാലും ടീച്ചറിനെ പോലുള്ള അധ്യാപികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഞാനും ജോർജ് സാറൊക്കെ ഇതുപോലെ കേട്ടിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അനുഭവ കഥകളൊക്കെ പറഞ്ഞതിനകത്ത് വളരെ സന്തോഷമുണ്ട്. ആ കഥകൾ അതിനകത്ത് കുറച്ചൊരു സാഡ് പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ ബട്ട് ഇതെല്ലാം മറികടന്നല്ലോ. പ്രതിസന്ധികളിൽ പോയിട്ടുള്ളവർക്ക് 3 feet ഫ്രം ഗോൾഡ് ആയിരുന്നില്ലല്ലോ ഉഷ ടീച്ചറുടെ കഥ. ഓക്കെ, അപ്പോൾ എല്ലാം നേടിയെടുത്തു. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. എല്ലാ ഭാവങ്ങളും ഈ സന്ദർഭത്തിൽ നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സാറ് എന്നെ അത്രയധികം ഒരു സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്, കഥ പറയാന്നുള്ള ഒരു ഡിസിഷൻ എടുത്തത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എനിക്ക് അത്ര പറയാനേ പറ്റിയുള്ളൂ. കാരണം എനിക്ക് എപ്പോ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പൊ എനിക്ക് കരച്ചിൽ വരും. സോറി കേട്ടോ, അത് കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി എനിക്ക്. ഓക്കെ, താങ്ക് യു. അല്ലാതെ ഒരു ഫീലിംഗിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ കിനസ്തെറ്റിക് ഒക്കെ ഒരുപാടുള്ളവർക്കാണ് സങ്കടവും സന്തോഷവും ഒക്കെ വരുമ്പോൾ കണ്ണീര് വരുന്നത് നല്ല പിന്നെ ഒരു ലക്ഷണമാണ്. ഈ കഥയ്ക്ക് അത് ആവശ്യമാണല്ലേ സർ? യെസ്, അതെ. അനുഭവ കഥകളൊക്കെ ഇതാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതും ഞങ്ങളാണ്. ഞാനും ഷീൽ ടീച്ചറൊക്കെ എത്രയധികം ചിരിക്കുമെന്നോ, ജോസി സാറൊക്കെ കൂടുമ്പോ എത്രയാ ചിരിക്കണേന്ന് പറയാൻ പോലും പറ്റില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് കരച്ചിലും വരും. അതാണ്. ആണ് നിങ്ങൾ എല്ലാരും അല്ലേ? ഞങ്ങളൊരു ചിരി ലോകത്താണ്. ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങളൊരു ചിരി ലോകത്താണ്. ഞങ്ങള് നിയമസഭയുടെ ക്ലാസ്സിന് 6 മാസം പഠിച്ചു. ഇപ്പൊ അടുത്ത ഡിപ്ലോമയ്ക്ക് വീണ്ടും ചേർന്നിട്ടുണ്ട്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. സന്തോഷിക്കുക ഈ ഡിഗ്രിയെക്കാളും. ഈ ഇടയ്ക്ക് ഷീലാമ ഈ നിയമസഭയിലെ കോഴ്സ് എന്താണ്? അതോടൊന്ന് പറയാം. നിങ്ങൾ 2-3 പേരും പറയും, പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ല അതിനെ കുറിച്ച്. ഒന്ന് പറയാം. നിയമസഭയെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. നമ്മുടെ ബില്ലുകൾ ഉണ്ടാക്കുന്നതും അതുപോലെ നിയമസഭയുടെ പ്രവർത്തനങ്ങളും അവിടെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ജോലി എന്താണെന്നും പിന്നെ നമുക്ക് എന്തൊക്കെയാണ് നമുക്കുള്ള ഡ്യൂട്ടി എന്നും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം സാറേ. അത് അറിയും തോറും നമുക്ക് അതിന്റെ ആ ഒരു ഭയങ്കര ജിജ്ഞാസയാണ് അടുത്തടുത്ത് അറിയാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ബുദ്ധിമുട്ടിയാണ് സാറേ പോകുന്നത്. ചിലപ്പോൾ സ്റ്റേ ചെയ്യേണ്ടിയൊക്കെ വരാറുണ്ട് അവിടെ. 2 ദിവസം അടുത്ത ക്ലാസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ചുക്കാൻ പിടിക്കുന്നതാണ് നമ്മുടെ ജോസി തോമസ് എന്ന് പറയുന്ന ഒരു കരുത്തനായ ഒരു കൈ ഞങ്ങൾക്കൊപ്പം ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്ന സാറാണ്. ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിൽ ബുക്ക് ചെയ്ത് എല്ലാവരും പോകുന്നു. ടൂറാ, ശരിക്കും പറഞ്ഞ ഒരു ചെറിയ ടൂറാ ഞങ്ങൾ നടത്തുന്നത്. നിയമസഭയിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും സാറേ. നമുക്ക് വെളിയിൽ നിന്ന് കാണുന്നതല്ല നമ്മുടെ ഈ ഭരണ യന്ത്രം എന്ന് പറയുന്നത്. അത് അടുത്ത് തന്നെ അറിയാൻ പറ്റുന്ന ഒരു നല്ല അവസരമായത്. താങ്ക് യു സർ. ഉഷ മാം, അവിടുത്തെ തിരക്കുകൊണ്ട് അല്പം
മറഞ്ഞിരിക്കുക ഇല്ലേ? ഇപ്പൊ ട്രാവൽ ചെയ്യുക സാറേ, ഇപ്പൊ വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുവാണേ. ആ ഒരു 10 മിനിറ്റിൽ വീട്ടിലെത്തും. എന്നാലും ജോർജ് സാറിന്റെ ഫീഡ്ബാക്ക് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ആ സാറ് കൺഗ്രാജുലേഷൻ വിഷമ പറയാതെ താങ്ക് വയ്യ. യു സോ മച്ച്. ഓരോ വാക്കിലും ഒളിഞ്ഞിരിക്കുന്ന ആത്മനൊമ്പരങ്ങൾ അതെല്ലാം വർഷങ്ങൾ മുമ്പുള്ളതാണെങ്കിലും ഇപ്പോൾ കൺമുമ്പിൽ നടക്കുന്നത് പോലെ തന്നെയാണ് ആ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങളത് നേർക്കാഴ്ചയായിട്ട് അനുഭവിക്കുന്ന ആ സഹപ്രവർത്തകയുടെ ആ അനുഭവങ്ങളാണ് കണ്ടും കേട്ടുകൊണ്ടിരുന്നത്. ഒരു പുസ്തകത്തിൽ വായിച്ചാലും ഒരു കഥാകാരൻ പറഞ്ഞാലും ഇതുപോലെ ഒരു അനുഭവം ഒരിക്കലും കിട്ടില്ല. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ആ ബേണിംഗ് ഡിസയറിനെ കുറിച്ച് ഇന്നലെ മനോജ് കുമാർ സാർ പറഞ്ഞതും ആ ബേണിംഗ് ഡിസയർ യാഥാർത്ഥ്യമാകും എന്നുള്ളതും ഇതാ ഒരിക്കൽ കൂടെ നമ്മളിപ്പോൾ തെളിയിച്ചിരിക്കെ. ഇന്നലെ ഉഷമ്മ ഇത് ഏറ്റെടുക്കുമ്പോഴും എന്തേ ഇതുവരെ ഇതൊന്നും ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാതിരുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. വൈകിപ്പോയില്ലേ, എത്രയോ ചാൻസുകൾ. ഇന്നലെ ഏതായാലും തിരിച്ചു കിട്ടുമല്ലോ, നാളെ കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കാം. പക്ഷേ ഒത്തിരി ചാൻസുകൾ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, സർവ്വ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ ഡോക്ടർ ഉഷ പ്രസന്റേഷൻ നടത്തുന്നു എന്ന് പറയുന്ന കാലം അധികം വൈകില്ല എന്ന് കരുതി കാത്തിരിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു. സാബു സാറൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ ഉണ്ട്. അല്ല, അവന്റെ അടുത്ത ആർക്കെങ്കിലും പറയാം. സാബു സാറ് പിന്നെ ഒന്ന് ഇത് മാറ്റിയിട്ടുണ്ട് സാറിന്റെ തിരക്കിലായിരിക്കാം. പക്ഷെ അടുത്ത് പറയും, ആർക്കും പറയാം, നമ്മുടെ പ്ലാറ്റ്ഫോം അല്ലേ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഉഷ സ്വന്തം കഥ ആണ് ഇവിടെ ഹൃദയാവർജകമായ രീതിയിൽ പ്രസന്റ് ചെയ്തത്. സ്വന്തം കഥയാവുമ്പോൾ നമുക്കറിയാം അത് ഇതൊരു ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്നതാണ്. കാരണം കടന്നുപോയ പ്രയാസങ്ങളിലൂടെയുള്ള ആ ജീവിതം കുറെ വർഷങ്ങൾക്ക് ശേഷം അയവിറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉഷയുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങളെ 5-15 സെഷനിൽ ശുഭചിന്ത ഇപ്പൊ പല ദിവസങ്ങളിലും ഉഷ പ്രസന്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട് ഉഷ ശുഭചിന്ത. അവസരങ്ങളില്ലാത്ത കുഴപ്പമുള്ളൂ അല്ലേ? അപ്പൊ ഏതായാലും ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ് ഉഷ, പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം പഠനം തുടരട്ടെ. ഇപ്പൊ ജോർജ് സാർ പറഞ്ഞ പോലെ ഒരു PhD ഒക്കെ എടുക്കട്ടെ. എന്നിട്ട് പേരിന് മുന്നിൽ ഒരു ഡോക്ടറേറ്റ് കൂടി വരട്ടെ. PhD നേടി ഡോക്ടർ ഉഷ തന്നെ ആവട്ടെ. കാരണം പഠനം പിന്നെ ഒരു അനസ്യൂത പ്രക്രിയയായിട്ട് അങ്ങനെ പോട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. എല്ലാം പഠിച്ച് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചാടി പോകുന്ന പേടിയല്ലേ? അതെ. നമ്മളിപ്പോ പിന്നെ രഞ്ജു മാഡം ഇപ്പൊ കൊമേഴ്സിലും PhD എടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ സ്നേഹത മാം പറയും. സാബു സാറ് നമ്മളെ 5-15 പ്ലാറ്റ്ഫോമില് ഉഷ മാം പിന്നെ ശുഭചിന്ത പറയുന്നുണ്ട് പല ദിവസങ്ങളിലും. ഓക്കെ എനിക്കറിയാം, ഞാനെല്ലാം അറിയുന്നുണ്ട്. പറയട്ടെ സാർ. ഹൃദയസ്പർശിയായ കഥ കഥാകാരി തന്നെ അവതരിപ്പിച്ചു. വളരെ ഭംഗിയായിരുന്നു. ഇപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള വേദന ഇപ്പോഴും ഞങ്ങൾ കണ്ടു. ഇതുപോലെ ഒരു കഥ എൻ്റെ കയ്യിലും ഉണ്ട്. അത് ഞാൻ ഇനി ഒരു ദിവസം അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പക്ഷെ ഇത്രയും വേദനയില്ല, എന്നാലും വേദനയുണ്ട്. താങ്ക് യു ഉഷ മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാറേ,
ഇത്രയും ഈ ഹൃദയസ്പർശിയായ കഥയെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ വളരെ മോശമായി പോകും. ഞാനും ഒരു ഇടുക്കിക്കാരനായിരുന്നു ജനിച്ചു വീണത്. അന്നും ഈ കറണ്ട് ഇല്ലാത്തൊരു കാര്യം വന്ന് ഞാനും അതങ്ങ് ഓർത്തുപോയി. എങ്കിലും ജീവിതത്തിൽ അനുഭവിച്ച ആ തിക്ത അനുഭവങ്ങൾ വളരെ ഇമോഷനോട് കൂടി അന്ന് അനുഭവിച്ച ആ ഫീലിംഗ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉഷ മാഡം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നലെ സാറിൻ്റെ കഥ മനോജ് സാറിൻ്റെ കഥ കേട്ടപ്പോൾ പുള്ളി അത് ആവേശം ഉൾക്കൊണ്ട് തന്നിലുള്ള ആ ശക്തിയെ ഉപയോഗിച്ച് പുള്ളി നേടിയ നേട്ടങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അല്പം പറയുന്ന പോലെ വലിയ പ്രായവുമില്ല, ഇനി ഒത്തിരി ഉയരങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട്. ആ സ്ട്രോങ് ഡിസയർ, ആ ബേണിംഗ് ഡിസയർ വെച്ച് പുലർത്തിക്കൊണ്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിര ഉത്സാഹത്തോടു കൂടി ഇനിയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കട്ടെ എന്നും അതുകൊണ്ട് ഒത്തിരി പേർക്ക് അത് പ്രയോജനം ഉണ്ടാകട്ടെ, ഈ പ്ലാറ്റ്ഫോമിനും പ്രയോജനം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ടീച്ചറിന് ഒത്തിരി നേട്ടങ്ങൾ കൊയ്തെടുക്കാനുണ്ട്. MA ഇംഗ്ലീഷ്, MA സൈക്കോളജി, പിന്നെ ഡിപ്ലോമയൊക്കെ കരസ്ഥമാക്കി എന്ന് പറയുന്നു. എന്തായാലും പുള്ളിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലേക്ക് കഥയിലേക്ക് പറയുന്നില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മോഹൻദാസ് സാർ ഫ്രീ ആയോ? ശുദ്ധോൻ ഡോക്ടർ പോയോ? ഡോക്ടറെ വിളിച്ചില്ല. ഓക്കെ, ഇനിയിപ്പം സുനിത എന്തെങ്കിലും പറയുന്നു? വക്കീലല്ലോ അല്ലേ? മോഹൻദാസ് സാർ വന്നിട്ടുണ്ട്. സാർ ആരായിരുന്നു? മോഹൻദാസ് സാറുണ്ട്. മോഹൻദാസ് സാർ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തു സാർ. അല്ല, ഡോക്ടറെ സുധോധരൻ ഡോക്ടർ ഉണ്ടായിരുന്നു, പോയി. മോഹൻദാസ് സാർ കേൾക്കാമോ? കേൾക്കുന്നില്ല. ഓക്കെ. സാബു സാറേ, എനിക്ക് 8 മണിക്ക് ഒരു ഒഫീഷ്യൽ ഒരു കോൾ ഉണ്ട്. അപ്പം ഉഷ ടീച്ചർ, ഓൾ ദ ബെസ്റ്റ്. എനിക്ക് 8 മണിക്ക് എന്റെ ഓഫീസിലെ ഒരു ചെറിയ ജോസി സാർ ഒന്ന് പരിചയപ്പെടുത്തു. ജോസി തോമസ് സാർ ഒന്ന് പരിചയപ്പെടുത്തു. എൻ്റെ പേര് ജോസി തോമസ്. ഞാൻ ചേർത്തലക്കാരനാണ്. ചേർത്തലക്കടുത്ത് തൈക്കാശ്ശേരിയിലായിരുന്നു സ്വദേശം. ഞാനിപ്പോ താമസിക്കുന്ന ചേർത്തല ടൗണിൽ തന്നെയാണ്. പിന്നെ എനിക്ക് ഒരു ഭാര്യയും ഒരു മോനും ഉണ്ട്. മോൻ BSc കെമിസ്ട്രിയിൽ 2nd സെമസ്റ്റർ പഠിക്കുന്നു. പിന്നെ എന്താ പറയുക, ഞാൻ പ്രൊഫഷണലി ഞാനൊരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. ടാക്സും ബാങ്കിങ് അങ്ങനെയുള്ള ഓഡിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ട്രെയിനറാണ്, പിന്നെ കൗൺസിലറാണ്, പിന്നെ JCയുടെ ഒക്കെ ഒരു ട്രെയിനറാണ്. അങ്ങനെയുള്ള പിന്നെ എല്ലാ പരിപാടികളൊക്കെ ഇങ്ങനെ പോകുന്നു. എവിടെയാണ് സാറേ വരേണ്ടത്? ഇതില്ല, ഈ വഴി എനിക്കിത് നിങ്ങളൊക്കെ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഉഷയോട് വെച്ച് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള വഴികളേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. അല്ലല്ല, വേറെ വഴി നമുക്കും ഇല്ല കേട്ടോ, അത് മേടിക്കണ്ട. അതാ ചോദിച്ചത് എവിടെയാ വരേണ്ടത് ചോദിച്ചത്. ഓൺലൈൻ ഇപ്പൊ ഇന്നിപ്പോ ഉഷ എനിക്ക് ഇങ്ങോട്ട് ഇട്ട് തന്നു. അപ്പൊ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കയറി, ഇത്രേ ഉള്ളൂ. നമ്മൾ എല്ലാ ദിവസവും ഡെയിലി 7 മണിക്ക് പ്രോഗ്രാം ഉണ്ട്. ഓരോ ദിവസം ഓരോ പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്. എല്ലാം റെക്കോർഡഡ് ആണ്. അല്ല, ഇവിടെ എനിക്കിപ്പോ ഈ പ്രശ്നം 7 മണിക്കൊക്കെ ഓരോരുത്തരടുത്ത് വരുന്നത് ഈ സമയം ഓഫീസിൽ ഇറങ്ങണ 10 മണി ആകുമ്പോഴത്തേക്കാണ്. അത് ഞാനിങ്ങനെ ചിട്ടപ്പെടുത്തി കൊണ്ടുവരികയാണ്, ഇങ്ങനെ അവരെയൊക്കെ പിടിച്ചിവിടെ ഇരുത്തി. പിന്നെ ഇതിനിടെ ഇപ്പൊ ക്ലാസ്സിന് ചേർന്നിട്ടുണ്ട്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സിന് ലൈഫ് സ്കിൽസ് ട്രെയിനിങ്ങിന് ചേർന്നിട്ടുണ്ട്. ഞാൻ ഉഷയും കൂടിയാണ് അതിന് കൊടുത്തത്. പക്ഷെ ഉഷയുടെ ശരിയായില്ല, ചെറിയ ടെക്നിക്കൽ പ്രശ്നം വന്നാൽ അത് പെൻഡിങ് ആയി പോയി. ചിലപ്പോ കിട്ടിയേക്കും. അതും വളരെ ഡിസയറോടെ ഇങ്ങനെ ഈ ഉഷ ഇങ്ങനെ അത്യാഗ്രഹത്തോടെ ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇങ്ങനെ ശരിയാവില്ല സാറേ, അതാ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ. പുറത്താണ്, എന്നാലും ചെറുതായിട്ട് അങ്ങനെ മുഴുവൻ കേട്ടു. ജീവിതത്തിൽ നിന്നുള്ളൊരു ഭാഗം അടർത്തിയെടുത്ത് അവതരിപ്പിച്ചു. അത് ജീവിതം തന്നെയാണ് കഥയായിട്ട് മാറിയിരിക്കുന്നത്. നല്ലൊരു മോട്ടിവേഷനാണ്. ഈ പറഞ്ഞ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2 PG എടുത്ത് ഒരു പ്രൊഫഷനായി ആ ഒരു വിൽ പവർ ഇതിനെ സമ്മതിക്കുന്നു.
പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു വിൽപ്പവർ ഉണ്ടാന്ന് പറഞ്ഞാൽ അപൂർവമാണ്. അല്ലാതെ ദൈവഹിതമാണ് അവർ വിശ്വസിക്കുന്ന ആ ഒരു ഏത് ഒരു പവർ, ആ പവറിന്റെ ഒരു ശക്തി തന്നെയാണ് അവർ കൊണ്ടുപോയത്. ഇതുപോലെ എന്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്ന ഒരു അജിത്തുണ്ടായിരുന്നു. അവരിതുപോലെയാണ്, അവരിതുപോലെ ചാപ്പിന്റെ പേര് അജിത്തിന്റെ എതിരെയാണ് ദിവസവും രാവിലെ 5:30 ആദ്യം ചെല്ലുന്ന അവിടെ ആ ഒരു പോസിറ്റീവ് അപ്രോച്ചും ഏത് പ്രതിസന്ധിയിലും നേരിടാനുള്ള ധൈര്യവും അവർ കോന്നിക്കാരായിരുന്നു. അവരെയാണ് എനിക്ക് വന്നത്. അവരും ഇന്ന് ഞാൻ മിസ് ചെയ്യാതിരുന്നത് നന്നാക്കണം. നേരിൽ തന്നെ അത്രയും കേൾക്കാൻ സാധിച്ചില്ല. വളരെ സന്തോഷം. ഈ പറഞ്ഞ പുറത്തൊരു ക്ലിനിക്കിലാണ്, യാത്രയിലാണ്. ഞാൻ നേരിൽ വിളിച്ചോളാം. ഫോൺ കൊച്ചിന് കൊടുക്കാനായിട്ടാ കൊച്ചു കരയുന്നത്, വേറെ ഒന്നുമല്ല. അവിടെ കാണട്ടെ, ആളെ കാണട്ടെ, ആളെ ഒന്ന് കാണട്ടെ. ഹായ് ഹായ് പറ മക്കളെ. ഹായ്. ഹായ്. കാണിച്ചേ, ഹായ് കാണിച്ചേ. കൊച്ചുങ്ങള് കരയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല കാര്യം. ഓക്കെ, ഇനി ഉഷ മാമിന്റെ റോളാണ്. ഇപ്പൊ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഒരു കഥയും കൂടെ പറഞ്ഞു. ഒന്നും പറഞ്ഞില്ലല്ലോ, സാബു സാർ ഒന്നും പറഞ്ഞില്ല അല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വളരെ മനോഹരമായി. ഓക്കെ. എനിക്കത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു സാർ. ഏതോ ഒരു ഫിലിമിന്റെ ഭാഗമാണ്, ആരൊക്കെയോ സ്റ്റാറ്റസ് ഇട്ടതാണ്. അപ്പൊ അതും കൂടി ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ആഡ് ഓൺ ചെയ്യുവാണ്. എനിക്ക് സ്നേഹിക്കാൻ അറിയില്ലെന്നോ, അങ്ങനെയാണെങ്കിൽ അത് എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം എന്ന് സുരാജ് വെഞ്ഞാറമ്മൂടാണ് പറയുന്നത്. അത് അവരുടെ പേരൻസിനോടാ പറയണമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വണ്ടിയിൽ ഓടിച്ചുകൊണ്ട് പോകുമ്പോ സോറി സാർ, അതൊരു കോള് വന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മള് എല്ലാ കുട്ടികളും ഈ ഭൂമിയിലേക്ക് വന്ന് പിറക്കുന്നത് വളരെ വെള്ള പേപ്പർ പോലെ വളരെ ക്ലിയർ ആയിട്ടാണ്, വളരെ പരിശുദ്ധിയോട് കൂടിയിട്ടാണ് ഓരോ കുട്ടികളും ഈ ഭൂമിയിലേക്ക് വന്ന് പിറക്കുന്നത്. അവരിൽ ആ ഒരു പേപ്പറിൽ വർണ്ണങ്ങൾ ചേർത്തിട്ട് നിറമുള്ള വളരെ ഭംഗിയുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്നോ അല്ലെങ്കിൽ അത് വിരൂപമായി പോകണമെന്നോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അവരോട് ചുറ്റുപാടിലുള്ളവരാണ്. അത് അറിയാതെ ആണെങ്കിലും അറിഞ്ഞാണെങ്കിലും പേരൻസ് ആവാം, അല്ലെങ്കിൽ കൂട്ടുകാരാവാം, അവരിടപെടുന്ന ഒരു ഒരു പരിസ്ഥിതി ആവാം, എന്തൊക്കെയായാലും. ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് എവിടെയാണോ, എന്തെല്ലാം നേട്ടങ്ങൾ എനിക്കുണ്ടോ അതെല്ലാം എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ മക്കളാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട്, അതൊക്കെ എല്ലാം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയി എന്ന് എനിക്ക് തോന്നുന്നതും നിങ്ങളെല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും പറയുന്നതും. ഇപ്പൊ എനിക്കറിയാം, ഞാനൊരു ഏണിംഗ് മെമ്പർ ആയിരുന്നില്ല. അപ്പോ ഉണ്ണി ബിടെക് സെക്കൻഡ് ഇയർ പഠിച്ചപ്പോഴാണ് ഞാൻ വീണ്ടും എൻ്റെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോ ആ സമയത്ത് ഇവരെല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ ഹസ്ബൻഡ് ആവശ്യമായ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്തു. അപ്പോൾ ഉണ്ണിക്ക് ബിടെക് കഴിഞ്ഞപ്പോഴേക്കും അവന് പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടി. പിന്നീട് എൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ്, ഞാൻ ഉണ്ണിക്ക് വരുമാനമായി തുടങ്ങി. പിന്നെ എനിക്കൊരു ഡ്രസ്സ് പോലും ഞാൻ ഒറ്റയ്ക്ക് വാങ്ങിയിട്ടില്ല, അവനാണ് എനിക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നതും. അതുപോലെ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചിലപ്പോൾ വരുമ്പോൾ, ഇപ്പൊ എക്സാം ഹാളിലൊക്കെ പോകുമ്പോൾ എനിക്ക് വാച്ച് ആവശ്യമായിരുന്നു. അപ്പൊ അതൊന്നും എനിക്ക് ഇവരോട് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, പറയണമെന്നും തോന്നിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് അതൊക്കെ എനിക്ക് വാങ്ങിച്ചു തരികയും, അതുപോലെ ചെരുപ്പ്, എല്ലാ സാധനങ്ങളും എനിക്ക് അവരാണ് വാങ്ങിച്ചു തരുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു ഇളയ മോനും കൂടി ഉണ്ട്, 1.5 വയസ്സിന് വ്യത്യാസത്തില്, അമ്പാടി. അപ്പൊ എനിക്ക് തോന്നുന്ന ഉണ്ണിക്ക് ഇങ്ങനെ ഒരു ജനന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് 5 വർഷത്തിന് ശേഷം ഇനിയൊരു രണ്ടാമതുള്ള കുട്ടിക്ക് ആലോചിക്കാവുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഹിതം അതായിരിക്കാം. ഉണ്ണിക്ക് കൃത്യം 1.5 വയസ്സായപ്പോ ഉണ്ണിക്ക് ഒരു അനിയനും കൂടി ഉണ്ടായി. അതും നോക്കിയത് ഡോക്ടർ ഭവാനി തന്നെയാണ്, ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ. അവരെനിക്ക് അമ്മ തന്നെയാണ്, ഞാൻ കാണപ്പെടുന്ന എൻ്റെ ദൈവവുമാണ്. അപ്പൊ
ഇപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞു, പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും, നിനക്ക് എങ്ങനെ വളർത്തും 2 കുട്ടികളെ പെട്ടെന്ന്. പക്ഷെ ഇവര് എനിക്ക് ഈ ഇരട്ട കുട്ടികളെ വളർത്തുന്ന പോലെ എനിക്ക് അവരെ വളർത്താൻ പറ്റി. ഒന്നി പഠിച്ചോണ്ടിരുന്നപ്പോ ഇവ നഴ്സറിയിലും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിൽ ഇടപെട്ട് ഇവര് ഒരുമിച്ച് പഠിക്കുകയും അവരും ഇതുപോലെ അവര് ഭയങ്കര സ്നേഹം അവര് തമ്മിൽ ഒരിക്കലും കാണാതിരിക്കില്ല. അപ്പോ അവരും കൂട്ടുകാരെ പോലെ. എനിക്ക് എന്തെങ്കിലും ഞാൻ ഇന്ന് നേടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ എനിക്ക് വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്റെ മക്കള് തന്നെയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും അവരുടെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ മക്കളാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള മക്കളെ ചേർത്ത് പിടിക്കണം. നമ്മുടെ മക്കളെ നെഞ്ചോട് ചേർത്ത് വെക്കണം. അവരുടെ കൈ ഹോൾഡ് ചെയ്ത് വെക്കണം. അവരെ നമ്മുടെ കൂട്ടുകാരാക്കണം. അവരോടൊപ്പം സഞ്ചരിക്കണം. അവരൊരിക്കലും നമ്മളോടത്തോളം ഉയർന്നു വരണം എന്നല്ല, നമ്മള് അവരോടൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ എല്ലാ കുട്ടികളും അച്ഛനമ്മമാരോട് ചേർന്ന് നിൽക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു പുസ്തകം പോലും എഴുതിയാ തീരില്ലാത്ത രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു ഏട് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാൻ അവസരം തന്ന എല്ലാവർക്കും സാബു സാറിന് നന്ദി. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത മനോജ് സാറിന് നന്ദി. പിന്നെ എന്റെ ഈ കഥ എന്നെ കേൾക്കാനായിട്ട് ഇവിടെ ഓടി വന്ന ജോസി സാറ്, അതുപോലെ ഷാജി ജോർജ് സാർ വന്നിരുന്നു. സാർ ലെഫ്റ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നു. വത്സം ചേച്ചി, അങ്ങനെ എല്ലാവർക്കും, ഷീൽ ടീച്ചറൊക്കെ എന്റെ കൂടപ്പിറപ്പുകളാണ്. അതേപോലെയാണ് ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നതൊക്കെ. എല്ലാവർക്കും ഒരുപാട് നന്ദി സാർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഈ ഒരു 7 മണി ആവാനായിട്ട് നോക്കിയിരിക്കും. കാരണം നമ്മുടെ കുടുംബത്തിലേക്ക് വരുമെന്ന് ഉറപ്പുള്ള അതിഥികളാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ളവരെല്ലാവരും. എനിക്ക് തോന്നുന്നത് ആരും നമ്മള് പരസ്പരം കണ്ടിട്ടില്ല. പക്ഷെ വരുമ്പോ തന്നെ പാർട്ടിസിപ്പൻസിനെ നോക്കുവേ. അപ്പൊ ആ സമയത്ത് മനോജ് സാർ ഉണ്ടാവും, മോഹൻദാസ് സാർ ഉണ്ടാവും, അതുപോലെ ജോർജ് സാറ്, റോയ് സാറ്, അനിൽകുമാർ സാറ്, എല്ലാവരും കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച്. ഇതും വലിയൊരു തെറാപ്പി തന്നെയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു സെഷൻ ഒക്കെ വലിയൊരു തെറാപ്പിയാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകുന്ന വലിയൊരു തെറാപ്പിയാണ് സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. വളരെ മനോഹരം. തീർച്ചയായിട്ടും മനോഹരമായ കഥകൾക്ക് പറയാൻ ഇനിയും അവസരമുണ്ട്. കഥകൾ മാത്രമല്ല, എന്തിനും ഇവിടെ സ്പേസ് ഉണ്ട് എന്ന് ഓർക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ റെഡിയാക്കി വെക്കുക. ഉലയനാഥ് സാറിനെ ഞാൻ പറഞ്ഞില്ലേ, ഉലയനാഥ് സാർ എന്തിനും റെഡിയായിട്ടിരിക്കുന്ന പോലെ ടോപ്പിക്കുകൾ റെഡിയാക്കി വെക്കുക, എന്നെ അറിയിക്കുക. അപ്പൊ എന്റെ ടെൻഷൻ ഇച്ചിരി കുറഞ്ഞോളൂ. ഇല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ക്ഷമാം, താങ്ക് യു. എല്ലാവരും കൂട്ടുകാരായിട്ട് വന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കൂട്ടുകാർക്കും എല്ലാവർക്കും നന്ദിയും സ്നേഹം അറിയിക്കട്ടെ. നാളെ മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ദിവസമാണ്. ബ്രീത്തിങ് ആണ് വൺസ് അഗെയിൻ. വത്സമ മാം എന്തെങ്കിലും പറയുന്നോ? വത്സമ മാം എന്തെങ്കിലും പറയുന്നോ? അൺമ്യൂട്ട് ചെയ്യും. ഞാൻ നേരത്തെ സാറിന്റെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് പിന്നെ രാത്രി സമയമായിട്ട് ഞാൻ ഫാമിലിക്കൊക്കെ അസ്വസ്ഥമാവുന്നതുകൊണ്ട് ഇടയ്ക്ക് കയറാതിരിക്കുന്നത്. അതുകൊണ്ടാണ്. കുഴപ്പമില്ല, അതിനുള്ള യൂട്യൂബ് റെക്കോർഡിംഗ് ഒക്കെ ഇടുന്നേ. യൂട്യൂബ് റെക്കോർഡ് കാണാറുണ്ട്. സാറിന്റെ ക്ലാസ്സുകൾ ഞാൻ ചിലത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയൊക്കെ എടുത്ത ക്ലാസ്സുകൾ ഞാൻ നോട്ടായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈപ്പോളർ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതൊക്കെ മൂഡ് ഡിസോർഡറെ പറ്റി ഒരു ക്ലാസ് ഞാൻ ഉടനെ തന്നെ SLS എടുക്കുന്നുണ്ട്. സ്ട്രെസ് ഈ ഗ്രൂപ്പിലല്ല, SLS ഷാജി സാറിന്റെ ഗ്രൂപ്പിലൊക്കെ. ഈ ഗ്രൂപ്പിൽ എനിക്കൊരു പേടിയുണ്ട്. കാരണം ഇതെല്ലാം വലിയ വലിയ സൈക്കോളജിസ്റ്റുകളെ. ആരെ പേടിക്കാൻ? ഇനി അങ്ങനെ പേടിക്കുക വേണ്ട. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അപ്പൊ അവരെ മ്യൂട്ട് ചെയ്ത് ഒതുക്കിക്കോളാം. ഡോണ്ട് വറി. പിന്നെ മൂഡ് സ്ട്രെസ്സിനെ പറ്റി ഞാനൊരു ക്ലാസ് എടുത്തായിരുന്നു. ആ ക്ലാസ് നമുക്ക് എടുക്കണം കേട്ടോ. നമുക്ക് ആകെ സ്ട്രെസ്സാ. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ട്രെസ് കൂടുതലാണ്. അത് ഞാന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ ഒന്നും അല്ല. അതുകൊണ്ടാണ് എനിക്ക് ഉള്ളില് സാബു സാറിനോടൊക്കെ സംസാരിക്കുക എന്ന് പറയണ എനിക്കൊരു പേടിയുള്ള കാര്യം. മാം, ഇങ്ങനെയാണ് ഇത് പഠിച്ചു വന്നത്. ഇങ്ങനെ പഠിച്ചിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കുക മാത്രമല്ല, കൊടുക്കാൻ പഠിച്ച ഒരു പ്രശ്നമില്ല. ഇപ്പൊ എനിക്കൊക്കെ പുതിയൊരു ടോപ്പിക് കിട്ടി അപ്പൊ തന്നെ ഞാൻ ക്ലാസ് എടുക്കും. ഒരിക്കലും ഞാൻ വെച്ചോണ്ടിരിക്കത്തില്ല. അന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങും. കിട്ടുന്ന സ്ലോട്ടിൽ ഞാൻ എടുത്തിരിക്കും. അതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക്
അതൊരു സന്തോഷമാണ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. എന്തോരം ഗുണം, എത്ര പേർക്ക് ഗുണം, എന്തോരം പേർക്ക് ഗുണം, എത്ര പേര് വിളിക്കുന്നു. അതെ, പക്ഷെ ഇത്രയും വലിയ വികൃതമായ ഒരു വേദിയിലേക്ക് കയറാനുള്ള യോഗ്യത ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ആകെ ഒരു പേടി. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും പേടിയൊന്നും വേണ്ട. ഞങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. കണ്ടോ, ഉലയനൻ സാറും ജോർജ് സാറും ഒക്കെ പറഞ്ഞു കേട്ടില്ലേ, ഇവിടെ വന്നു പോയ ആരും പിന്നെ ഇതുപോലെ സപ്പോർട്ടിങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഒരിടത്തും പിന്നെ കിട്ടത്തില്ല. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഒരു ദിവസം പോലും മുടക്കാതെ സാർ ഈ ഇത് ചെയ്യുന്നുണ്ട്. അതിന് സാറിന് ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ എപ്പോഴും പാർട്ടിലേക്ക് ഓർക്കുന്നുണ്ട്, ഒരു വലിയ സേവനമാണ് ചെയ്യുന്നത് സാർ. അതിന്റെ പെയിനാണ് ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുന്നത്. അല്ല, ഈ പെയിൻ ഒരു സുഖകരമായ പെയിൻ അല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുള്ള ഒരു പെയിൻ. അത് കാരണം ഇത് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല. തുടങ്ങിക്കഴിഞ്ഞപ്പോ നിർത്താൻ പറ്റത്തില്ല. എനിക്കറിയാം, നമ്മള് ഈ ഫീൽഡിലേക്ക് വന്നതിൽ പിന്നെ അത് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അല്ല മാം, എത്ര ഫീൽഡിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്, മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. പക്ഷേ ഈ സൈക്കോളജിയിലേക്ക് വന്ന പിന്നുണ്ട് നമ്മൾ ഭയങ്കര റിഫ്ലക്റ്റഡ് ആണ്. ഒരു പ്രശ്നവും ഇല്ല. കാരണം ഈ ടോപ്പിക്കിന് ഒരു പ്രശ്നമില്ല. ആരോട് എന്ത് വേണമെങ്കിലും പറയാം. എന്തെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവർ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിച്ചോളൂ. അപ്പൊ അങ്ങനെയൊക്കെ വളരെ രസകരമായ ടോപ്പിക്കാണ്. അതേസമയം എഞ്ചിനീയറിംഗ് പറ്റത്തില്ല. പുതിയ ടോപ്പിക്ക്, പുതിയ ആൾക്കാരൊക്കെ വന്ന് പുതിയ ചോദ്യം ചോദിക്കുമ്പോൾ എന്തായാലും വത്സമാം ഞങ്ങൾക്ക് നട്സ് തരൂ. ഞങ്ങൾ ആണ്. മാം ക്ലാസ് എടുക്കുമ്പോൾ മാം ടീച്ചറാണ്, ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ആ ഒരു ചിന്തയിലേക്ക് വന്നാൽ മതി, ധൈര്യമായിട്ട് എടുക്കുക. വളരെ റെയർ ആയിട്ട് മാത്രമേ ഉള്ളൂ ക്രിട്ടിസൈസ് ചെയ്യുന്നവര്. അവരൊക്കെ ഞാൻ ഒതുക്കി പുറത്തിറക്കി വിടും. കാരണം എന്താ വെച്ചാൽ അത് ക്രിട്ടിസൈസ് നല്ലതാ സാറേ. ഞങ്ങളുടെ SLC ക്ലാസ് എടുക്കാമെങ്കിൽ ആദ്യം സതീഷ് സാറല്ലേ സാറിന് ആദ്യം ക്രിട്ടിസൈസ് ചെയ്യണം. ആദ്യം എനിക്ക് ആ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ക്രിട്ടിസിസം നമ്മളെ വളർത്തുന്ന. അല്ല, ക്രിട്ടിസൈസ് അല്ല, അങ്ങനെയല്ല, അൺനെസസറി ആയിട്ടേ ഭയങ്കരമായിട്ട് ജഡ്ജിക്കും ചിലവര്. വളരെ നമ്മുടെ ഉണ്ടായിരുന്നു ചിലവർ അറിയാതെ, അവരറിയാതെ പറയുന്നു എങ്കിൽ പോലും. പക്ഷെ അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ലിമിറ്റ് ചെയ്യും. കാരണം അതൊക്കെ ഈ വളർന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. ചിലര് നെഗറ്റീവ്സ് പൊക്കി പറഞ്ഞ് അത് നമ്മളെ അതിന് തളർത്തുന്നവരും ഉണ്ട്. ശരിയാണ്. എന്തിനു പറയട്ടെ, ഞാൻ ക്ലാസ്, എന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്ലാസ് എടുത്താൽ വെട്ടിക്കൊല്ലുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ആലോചിച്ച്. ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ സാറിന്റെ ക്ലാസ് എനിക്ക് ആ സ്പീഡിൽ പറയുന്നത് ഒത്തിരി ഇഷ്ടമാണ്. ആ സ്പീഡിൽ പറയുമ്പോ ഞാൻ അത് ആസ്വദിക്കുന്നുണ്ട്. അത് അത്രയ്ക്ക് സ്പീഡിൽ പറയണമെങ്കിൽ അത്രയും തറമായ അറിവുള്ളവർക്കേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ഈ ആൽഫ ജനറേഷന്റെ സമയമല്ലേ, അപ്പൊ നമ്മൾ സ്ലോയി പറയാൻ പറ്റത്തില്ല. ഈ 2x ഒക്കെ നമ്മൾ ക്ലാസ് കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്ര ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞാലും അത്ര കണ്ടന്റും തീർത്താൽ മാത്രമേ എനിക്കൊരു സമാധാനമാകത്തുള്ളൂ. എനിക്കത് മനസ്സിലാകുന്നുണ്ട്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത്രയും കണ്ടന്റ് ഒന്നിച്ച് പറയാൻ എന്നെ കൊണ്ടും സാധിക്കത്തില്ല. നമ്മുടെ എല്ലാം റെക്കോർഡിംഗ് ആയതുകൊണ്ട് എത്ര പ്രാവശ്യം വേണം കേൾക്കാമല്ലോ. അതാണ് എന്റെ സൗകര്യം. നമ്മളൊന്നും ഒരിക്കലും റെക്കോർഡ് ചെയ്യാത്ത ഒരു സാധനം ഇല്ലല്ലോ. അപ്പൊ എല്ലാം റെക്കോർഡ് ചെയ്ത് എത്ര പ്രാവശ്യം കേൾക്കാം. കേട്ട് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കണ്ടന്റിന്റെ ഗുണം മനസ്സിലാവും. മറ്റേ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ അതുകൊണ്ട് പ്രയോജനമില്ല. ഇത് വളരെ കാലത്തേക്ക് നിലനിൽക്കാനുള്ളതല്ല. ഈ സത്യത്തിൽ ഈ സ്റ്റോറി തെറാപ്പി എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഈയിടയില് ഒരു കൊടിയും കുഞ്ഞിപ്പങ്ങളും ഒരാൾ അവതരിപ്പിച്ച കേട്ടപ്പോ, അത് ഞാൻ പണ്ട് ചെറുപ്പത്തിലെ മലയാള മനോരമയില് മുട്ടത്തുറക്കയുടെ കഥ വായിക്കാനായിട്ട് ഞായറാഴ്ച വേദപാഠമൊക്കെ കഴിഞ്ഞ് ഓടി വരും സൺഡേ അസംബ്ലി വായിക്കാനായിട്ട്. അതൊന്നേരം ഓർമ്മയിലേക്ക് വന്നു. അന്നോട്ട് അത് കൂടുതൽ ശ്രദ്ധയിലേക്ക് വന്നു. അപ്പം ഉഷയുടെ മെസ്സേജ് കണ്ടപ്പോ എനിക്ക് ഉഷ എന്ത് പറഞ്ഞാലും എനിക്കിഷ്ടം. ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. താങ്ക് യു സർ. സാറ് നന്നായിട്ട് പാടും, നന്നായിട്ട് ഡാൻസ് കളിക്കും. സാറ് എന്തെല്ലാന്ന് ചോദിക്കുന്നതായിരിക്കും. സൺഡേ വരൂ. തീർച്ചയായിട്ടും ഏതെങ്കിലും സമയത്ത് ഒത്തുചേരാം. ഇവിടെ എല്ലാം ഉണ്ട്. സാറ്റർഡേ സൺഡേ സാബു സാറെ, തലയിൽ ഒന്നും ഇല്ലാത്തവർക്കാണ് ഇതൊക്കെ പറ്റുക. ജോസി സാറിനെ നോക്ക്, എന്നെ നോക്ക്, തലയിൽ വല്ലതും ഉണ്ടോ? ഞാൻ എല്ലാ ദിവസവും മുടിവെട്ടുന്ന ആളാണ്. എല്ലാ ദിവസവും രാവിലത്തെ പരിപാടി മുടിവെട്ടലാണ്. സ്വന്തമായിട്ട് ഒരു ബാർബറുണ്ട്. രാവിലെ ആദ്യത്തെ പരിപാടി അതാണ്, കൃത്യമായിട്ട്. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് മെഡിറ്റേഷൻ കാണാം. ഇന്ന് ഒരു സെക്കൻഡ് ഗ്രൂപ്പിൽ എന്നെ കൂടി ചേർത്തേക്ക്, സൗകര്യമുള്ളപ്പോഴൊക്കെ വരാം, ശ്രമിക്കാം. തീർച്ചയായിട്ടും ഞാൻ എന്റെ ലിങ്കിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടോ? ചാടിക്കറിയാം.
ആന്റണി സാറിന്റെ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ ഞാൻ കയറിയിട്ടുള്ള സാറിന് തന്നെ വ്യക്തിപരമായിട്ട് അറിയാം. ഞങ്ങളുടെ ആ വ്യക്തിപരമായിട്ട് എനിക്കറിയാം, നിങ്ങൾ SLS ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവിടെ, എനിക്കറിയാം. പാരലായിട്ട് പോകുന്നു, സാറിന്റെ പാരലായിട്ട് ക്ലാസ് പോകുന്നു. സാറിന്റെ ക്ലാസ്സിൽ അത് ഇവിടെ എടുത്ത നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പറ്റിയുള്ള ക്ലാസ്സുകളെല്ലാം ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, സാറിന്റെയൊക്കെ 100 ക്ലാസ്സുകൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ഒക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലാത്ത സാറിന്റെ സാധനം. 22ാമത്തെ ക്ലാസ്സാണ് കഴിഞ്ഞ ദിവസം നടന്നത്. 3 മൈൻഡ്ഫുൾ ദിവസം മെഡിറ്റേഷൻ തന്നെ, അത് പല വേർഷൻ, വണ്ടർഫുൾ. ഇതൊന്നും ഒരു മനുഷ്യൻ ഈ ആരിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കും? 3 ദിവസത്തെ ക്ലാസ് ലൈവായിട്ട് ഞങ്ങള് ഇവിടെ SLS ഞങ്ങളുടെ സപ്പിൻസയില് സാർ വന്ന് നടത്തിയായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചു കൂടിയതാ. അതുപോലെ ഓരോരുത്തർ ഇപ്പൊ മനോജ് സാറൊക്കെ ക്ലാസ് എടുക്കുന്ന, മനോജ് സാറിന്റെ ക്ലാസ് എങ്ങനെയാ? സാറ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊക്കെ ഇവിടെ വന്നിട്ട് ക്ലാസ് എടുക്കാന്ന്. അപ്പം അങ്ങനെ ഒരു വലിയ ചാൻസ് ഒരാൾക്ക് റെഡിയാ അവർക്ക് വിട്ടു കൊടുക്കുക, പിന്നെ അവരത് ശരിയായി റെഡിയായി ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ പൊക്കോളും, പറന്നു പൊക്കോളും. അതുകൊണ്ട് എനിക്കും ഗുണമുണ്ട്, നമ്മൾ ഒരാളെ തപ്പി നടക്കണ്ടല്ലോ. ഒത്തിരി വരും, എല്ലാം ഇങ്ങനെ സ്ട്രക്ചർഡ് ആയതുകൊണ്ട് നമുക്ക് ഈസിയാ ചെയ്യാൻ. മറ്റേ അങ്ങനെയല്ലോ, എല്ലാ ദിവസവും ഓരോ ടോപ്പിക്ക് നമ്മൾ ഓരോരുത്തരെ കണ്ടുപിടിച്ച് അത് ചെയ്ത് അവർ വരത്തില്ല. പഴയ പോലെ അല്ല സാറേ, ഈ എല്ലാവരും കോൺഫിഡൻസോടെ ചെയ്യത്തില്ല, ചിലർ പെട്ടെന്ന് പറ്റത്തില്ലെന്ന് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സഹായിക്കുന്ന ഉലഹനൻ സാറാണ്. എന്നെ ആവശ്യമുള്ളതിനും സാർ റെഡിയാണ്. 1ഉം 2ഉം 3ഉം ഓക്കെ. അവര് പ്രിപ്പയർ വരണം. ഞാൻ ചോദിച്ചു മടുക്കാൻ പറ്റത്തില്ല. റെഡി സാറ് ചോദിക്കാറുണ്ട്, സാറ് ചോദിക്കാറുണ്ട് ക്ലാസ് എടുക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങള് റെഡി ആവാഞ്ഞിട്ടാ സാറേ. ഒരു വാക്ക് പറഞ്ഞാൽ മതി, വാക്ക് പറയണ്ട, പതുക്കെ ഒന്ന് മൂളിയാ മതി. പ്ലാറ്റ്ഫോം ഞങ്ങക്ക് തന്നിട്ട് പോകും, എഴുതി തന്നിട്ട് പോകും സാർ. നിയമസഭ നമുക്ക് എഴുതി തന്ന സെക്രട്ടറി പിന്നെ. നമുക്ക് മാത്രമല്ല, നമുക്ക് സമൂഹത്തിനും വളരാനുള്ള വലിയൊരു പാർട്ടായിട്ട് നമുക്ക് ഇതിനെ കൃത്യമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് ഇപ്പൊ എന്തോരം കോൾസും എന്തോരം മെസ്സേജസും എനിക്ക് വരുന്നതറിയാം. ഇതൊക്കെ പറഞ്ഞു ആൻസർ ചെയ്യും. അപ്പൊ ഞാൻ കൗൺസിലിംഗ് പോലും ചെയ്യാറില്ല. എന്റെ കൗൺസിലിംഗ് എല്ലാം ഇപ്പൊ പാലക്കാടാണെങ്കിൽ ഉദയനൻ സാറിനെ ഏൽപ്പിക്കും. അങ്ങനെ എവിടെയുള്ള ആണോ അവിടുത്തെ എല്ലായിടത്തും ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എളുപ്പം, അല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സൈക്കോളജി മാക്സിമം പഠിച്ചോളൂ, പ്രാക്ടീസ് ചെയ്തോളൂ. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ അവസരം തരാം. ആരാണ് സാറിനെ പരിചയപ്പെടാൻ വേണ്ടി? ഞാൻ വൈക്കം സാറേ, സാറിന് തൊട്ടടുത്ത വൈക്കം കുലശേഖരമംഗലം എന്നൊക്കെ പറയും. ഇപ്പൊ ഞാൻ താമസിക്കുന്ന കോട്ടയത്താണ്. കോട്ടയം BSNL-ആയിരുന്നു. ERS ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈക്കോളജിസ്റ്റ് ആണ് ഇപ്പൊ കൗൺസിലിംഗ്. എന്താ സർവീസ് ഇപ്പൊ? അതെ സൈക്കോളജിസ്റ്റ് ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ല. ട്രെയിനിങ് ആണ് എന്റെ മെയിൻ പാർട്ട്. അറിയാലോ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ എടുക്കാറില്ല. അല്ല, ഞാൻ മാനേജ്മെന്റ് ടാക്സ് ആണ് അതിന്റെ ഇതും ചെയ്യില്ല. ഞാൻ PhD മാനേജ്മെന്റ് ആണ്, ഞാൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് PhD. ഞാൻ ടാക്സ് ആണ്, ടാക്സ് ഓഡിറ്റും. ടാക്സിനൊക്കെ ക്ലാസ് എടുക്കണം സാർ. ഇവിടെ GST ഒക്കെ ഒരു ക്ലാസ് ഒക്കെ എടുക്കും. സിവില, ബാങ്കിങ്, എന്തുകൊണ്ടും കുഴപ്പമില്ല. സാറിന് എപ്പോഴും ഗ്യാപ്പ് ഉള്ളപ്പോ പറഞ്ഞു ചെയ്തോളാം. എല്ലാം ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട്, ബാങ്കിന്റെ ഇഷ്ടംപോലെ. ഉഷയോട് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഉഷയോട് പറഞ്ഞാൽ മതി. ഉഷ മിക്കവാറും വിളിക്കാം. നമ്പർ ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ. ഉഷയോട് പറഞ്ഞാൽ മതി, ഉഷയ്ക്ക് അറിയാം. ഞാൻ സാറിന് സെൻഡ് ചെയ്യാം. അതുപോലെ ഈ സൈക്കോളജി പഠിച്ച എല്ലാവരും ഈ സൈക്കോളജിയുടെ ഇപ്പൊ മത്സ്യമ്മ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഒക്കെ ഓരോ ടോപ്പിക്ക് ആ ഒരു ഫുൾ എടുക്കരുത്. ഒരു ടോപ്പിക്ക് മാത്രം ഏതെങ്കിലും ഇപ്പൊ നാർസിസ്റ്റിക് ആണെങ്കിൽ, നാർസിസ്റ്റിക് ഭയങ്കര പോപ്പുലാരിറ്റി. അപ്പൊ നാർസിസ്റ്റിക് ആൾക്കാർ ചാടി വീഴുക, കാരണം എല്ലാവരും നാർസിസ്റ്റിക്. ഇപ്പൊ എന്റെ കാര്യം പറയാം, നിങ്ങൾ അല്ല, ഇപ്പൊ കൂടുതൽ ഡൈവേഴ്സ് ചെയ്യുന്ന എല്ലാവരും നാർസിസ്റ്റിക് ആണെന്നും പറയാം. ഈ ആളുകൾക്ക് ടെക്നോളജി സൈക്കോളജി മനസ്സിലായപ്പോ അവർ നാർസിസ്റ്റിക് ക്ലാസ് വെച്ച് നോക്കി എന്നാ ഇഷ്ടംപോലെ ആൾക്കാർ വരും. നാശത്തിന്റെ കാലത്ത് നാർസിസ്റ്റിന് നല്ല ഡിമാൻഡാ. അല്ലാതെ ബൈപ്പോളർ കേട്ടോ, അതൊക്കെ പോയി ഔട്ട് ഓഫ് ഫാഷനായി. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ ഡിഫൻസ് മെക്കാനിസം. ബൈപ്പോളറിനെ പറ്റി ആൾക്കാർക്ക് അറിവില്ലാത്തത് കൊണ്ട് വീട്ടിൽ അങ്ങനെയുള്ള രോഗികളുണ്ടെങ്കിൽ, സമൂഹത്തിലുണ്ടെങ്കിൽ അവർക്ക് ഇത് രോഗാവസ്ഥയാണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. ഇത് രോഗമാണ്. ആ ക്ലാസ്സുകൾ ഇങ്ങനെ വരുമ്പോഴാണ് സമൂഹത്തിന് മനസ്സിലാകുന്നത് ഇത് രോഗമാണ്, ട്രീറ്റ്മെന്റ് വേണം എന്നുള്ളത് മനസ്സിലാകുന്നത്. ഇപ്പം അഭ്യസ്തരാണെങ്കിൽ പോലും ചികിത്സ എടുക്കാൻ മടിക്കുക. കാരണം ഹാർട്ടിന് അസുഖമാണ്, ബൈപ്പാസ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ വലിയ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ബ്രെയിനിന് അസുഖം എന്ന് പറയാനും
എല്ലാവർക്കും മടിയാകും, വിദ്യാഭ്യാസ വിദ്യർക്കും. ആ രീതി മാറ്റിയെടുക്കണം നമ്മുടെ സമൂഹത്തെ, എങ്കിലേ പലരും ഒളിച്ചു വെച്ചേക്ക ട്രീറ്റ്മെന്റ് എടുക്കാറ്, സഹിച്ചുകൊണ്ടിരിക്കുക. 2-3 സ്റ്റെന്റ് ഇടുന്ന അഭിമാനം കിട്ടത്തില്ലല്ലോ ഒരു കൗൺസിലിംഗ് നടത്തിയാൽ. ഇത് 2-3 സ്റ്റെന്റ് ഇടുന്ന അഭിമാനം കിട്ടത്തില്ലല്ലോ ഒരു കൗൺസിലിംഗ് നടത്തിയാൽ. കൗൺസിലിങ്ങിന് വരുന്നവരെ വിവരമുള്ളവരെ കൗൺസിലിങ്ങിന് വരുന്നത്. നമ്മളിപ്പോ കൗൺസിലിങ്ങിന്റെ കോഴ്സിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ കുറിച്ചൊരു നെഗറ്റിവിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഗിൽറ്റ് അതാണ് ഈ പ്രശ്നം. അതേസമയം എനിക്കിത് മനസ്സിലായി, എനിക്ക് എന്നെ കുറിച്ച് മനസ്സിലായി, ഹുവാമ എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ നമ്മൾ പോകുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് റിക്കവർ ആവും. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. ഞാനൊരു ഗിൽറ്റിൽ എന്തൊരു മോശമായി പോയി, ഞാൻ നാണക്കേടായി പോയി, ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കും എന്നൊക്കെ പറയും. സാറിന് സൈക്കോളജി ബുക്ക് വായിക്കാൻ പറഞ്ഞാൽ വായിക്കും, വായിക്കുന്നില്ല. കാരണം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു വലിയ മാനസിക രോഗിയായി പോയി, എന്റെ എല്ലാം പുറത്തു വന്നെന്നുള്ള ഒരു ധാരണയാണ് മനുഷ്യർ. അത് ശരിയായ സെൽഫ് അവയർനെസ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ തലവത്തിൽ ചെയ്യുന്നത്. ഞാൻ എവിടെ ക്ലാസ് എടുക്കാൻ പോയാലും ആദ്യം ഒരു ചെറിയൊരു 2-3 മിനിറ്റെങ്കിലും സെൽഫ് അവയർനെസ് എടുക്കും, എന്നിട്ട് ബാക്കിക്ക് പോകാറുണ്ട്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് നെഗറ്റിവിറ്റി തോന്നിയാൽ ഞാൻ ഒന്നെങ്കിൽ പോയി സിനിമയ്ക്ക് കയറും, അല്ലെങ്കിൽ കടപ്പുറത്ത് പോയി മലന്ന് കിടന്ന് നക്ഷത്രങ്ങളെ നോക്കി എങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അല്ലെങ്കിൽ കായലിലോ കടലിലോ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യും. ഒരു ചെറിയ ഭ്രാന്തൊക്കെ ഉണ്ട്. അരവട്ടാണല്ലോ. എല്ലാവരും എനിക്ക് വട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന എല്ലാവരും റെഡിയാണെങ്കിൽ അവരുടെ പ്രശ്നം തീർന്നു. വട്ടല്ല, അത് സ്വയം റിലാക്സ് ചെയ്യാനായിട്ട് ഒരു മോഡൽ കണ്ടുപിടിക്കുന്നത്. അല്ലാതെ എനിക്കൊരു സ്വല്പം വട്ടുണ്ടെന്ന് ഞാൻ അംഗീകരിച്ച എന്റെ പ്രശ്നം തീർന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, എനിക്ക് വട്ടില്ല, നിങ്ങൾക്ക് മാത്രം വട്ടെന്ന് പറയും. അതാ കുഴപ്പം. പ്രിവിലേജും അവാർഡും ആണത്. ജഡ്ജ്മെന്റല്ല ഭയങ്കര. Okay, thank you very much. Thank you. Bye, see you and good night. Thank you, sir. Thank you very much.